ഇമിഗ്രേഷനിൽ പിടിച്ചു നിർത്തി. അവിടെ ഡബിൾ ചെക്കിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി ഒരാൾ വന്നു. നിങ്ങൾ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണോ ചൈനയിൽ വന്നിരുന്നു? ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചവിട്ട അതുണ്ട്. അയ്യോ, ചൈനയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കെട്ടിടമാണ് ഈ കാണുന്നത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 5ാമത്തെ കെട്ടിടവും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് മാർക്കറ്റാണ് ഹുവാങ്സിങ് എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ഞാൻ അന്വേഷിച്ച് കിടന്ന സംഭവം ദേ ഇവിടെ നിന്ന് കിട്ടി മോനെ. ഇതാണ് മോനെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ. തൊട്ടിപ്പുറത്ത് വൈറ്റ്, ഗ്രീന്, പിന്നെ ബിൽഡിങ്. ബീഫാണ്, ബീഫ് കറി. എൻ്റെ മോനെ സാധനം കഴിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റി. ചൈനയിലെ എയർപോർട്ട് നമ്മൾ കണ്ടു, ചൈനയിലെ റെയിൽവേ സ്റ്റേഷൻ പലതവണ നമ്മൾ കണ്ടു. ഇപ്പോൾ ചൈനയിലെ പോർട്ടാണ് ഈ കാണുന്നത്. എൻ്റെ അമ്മ, ഈ ഒരു ട്രെയിനിന് എനിക്ക് വന്ന റേറ്റ് എത്രയാണെന്ന് അറിയാമോ? 1000 രൂപ. 14 മിനിറ്റ് കൊണ്ട് എത്തും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കേ ചൈനയിലൊരു 1 ഡേ ട്രിപ്പ് അടിച്ചാലോ? എങ്ങനെയുണ്ടാവും? അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഹോങ്കോങ്ങിലാണ്. ഹോങ്കോങ്ങിൽ നിന്ന് നമ്മൾ ചൈനയ്ക്ക് പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്നു. അതാണ് ഇന്നത്തെ പരിപാടി. ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇമിഗ്രേഷൻ്റെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് എനിക്കറിയത്തില്ല. നോക്കാം എങ്ങനെയാണ് പോകണതെന്നൊക്കെ. അപ്പോൾ ഞാൻ ഹോങ്കോങ്ങിൽ താമസിക്കുന്നത് ടിസിം ഷാ സുയി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇത് പ്രധാന ലൊക്കേഷനാണ്. ഈ നാദൻ റോഡ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് മെട്രോ സ്റ്റേഷൻ ഉണ്ട്. 2 സ്റ്റേഷൻ ഉണ്ട്. ഒന്ന് ടിസിം ഷാ സുയി എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷനും, രണ്ടാമത്തത് ഈസ്റ്റ് ടിസിം ഷാ സുയി എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ ഇതാണ് ഈസ്റ്റ് ടിസിം ഷാ സുയി സ്റ്റേഷനിലോട്ട് പോകാനുള്ള ഒരു വഴി, ഒരു സബ്വേ ആണ്. അപ്പോൾ ഇത് കയറിയിട്ട് നമുക്ക് വെസ്റ്റ് കൗലു എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലോട്ട് പോകണം. അവിടെ നിന്നാണ് ഈ ചൈനക്കുള്ള ട്രെയിനൊക്കെ പോകുന്ന സ്ഥലം, പുറപ്പെടുന്ന സ്ഥലം. നമുക്ക് ചൈനക്ക് പോകണമെങ്കിൽ ഏറ്റവും എളുപ്പം ഈ ട്രെയിൻ കയറി പോകുന്ന ഫാസ്റ്റ് ട്രെയിനാണ്. 14 മിനിറ്റ് കൊണ്ട് എത്തോട്ടാ. ഇത് ഭൂമിക്കടിയിലാണല്ലോ. ഇത് താഴത്തോട്ട് പോകണം വേണ്ട. ഇത് സബ്വേ ആണ്. ജസ്റ്റ് ഒരു സ്റ്റോപ്പ് അങ്ങോട്ടുള്ളൂ. ജസ്റ്റ് കയറുക, മെയിൻ സ്റ്റേഷനിലോട്ട് ഇറങ്ങാം. നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഇവിടെ എഴുതിയേക്കണ ടിയുൻ മുൻ. അത് തന്നെ, രണ്ടും ഒന്നാണെന്ന് തോന്നുന്നു. ടിയുൻ മുൻ എന്ന് പറയുന്ന ലൈനിലാണ് കയറേണ്ടത്. ഞാൻ ഇത് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയത് ഗൂഗിൾ മാപ്പാണ്. ഇവിടെ ഹോങ്കോങ് ആയതുകൊണ്ട് ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ റൂട്ടൊക്കെ നമുക്ക് മനസ്സിലാവും. ഇത് തന്നെ ടിയൻ മാ. ഇത് എക്സിറ്റാണ്. എൻട്രി ആണ്. എവിടെയാണ്? അവിടെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒക്ടോപ്പസ് കാർഡ് ഉണ്ട്. ഇതെവിടെ? ഇവിടെ. അടിപൊളിയാണല്ലോ. ഓക്കെ. ഈ ഒക്ടോപ്പസ് കാർഡിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നു. നമുക്ക് ഹോങ്കോങ് വന്നാൽ ഇങ്ങനൊരു കാർഡ് എടുത്താൽ നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാം കേട്ടോ. ട്രെയിനിൽ, ബസ്സിൽ, ടാക്സിയിൽ, പല കടകളിലും ഇത് എടുക്കും. അപ്പോൾ ഇതിനകത്ത് റീചാർജ് ചെയ്താൽ മതി. ഇത് എക്സിറ്റാണല്ലോ. ഞാൻ വന്ന വഴി മാറിപ്പോയാ. അയ്യോ, ഇതെന്താണ്? ഇതെവിടെ സ്ഥലം? പണിവാളി. ഇവിടെ ട്രെയിനിന് താഴത്തോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതായിരിക്കും. കണ്ടുപിടിച്ച്. ഇതാണ് സ്ഥലം. ഇനി നമുക്ക് പോകാനുള്ള റൂട്ടും കൂടി ഒന്ന് കണ്ടുപിടിക്കണം. ടിയുൻ മുന്നേ. ഇതാണ്. ഇപ്പോൾ ഒരു ട്രെയിൻ പോയുള്ളൂ. അടുത്ത വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഒരെണ്ണം പോയതിൻ്റെ പുറകെ തന്നെ അടുത്തതും വന്നിട്ടാ. അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നണം. ഇതുണ്ട ഈസ്റ്റ് ടിസിം ഷാ സുയി. അവിടെ നിന്നാണ് നമ്മൾ കയറുന്നത്. നല്ല ഇറക്കാനുള്ള. യെസ്, അപ്പോൾ ഞാൻ കയറട്ടെ കേട്ടോ. യെസ്, അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള മെട്രോ. ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല, സ്റ്റേഷനെത്തി. ഇത് ഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാണ് കേട്ടോ. അവിടെയാണ് നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയേക്കണത്. ഓസ്റ്റിൻ എന്ന് പറയുന്ന സ്റ്റേഷനാണ് ഹൈ സ്പീഡ് റെയിലായിട്ട് കണക്ഷൻ ഉള്ളത്. അതായത് നമുക്കിനിയും ഇത് മാറണം. അത് ജസ്റ്റ് ഇതിൽ കൂടി തന്നെ നടന്നാൽ മതി എന്ന് തോന്നുന്നു. അതിവിടെ ബോർഡ് കണ്ട, ഹൈ സ്പീഡ് റെയിൽ എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. മുകളിലോട്ട് പോകണം നമുക്കിനി. ഈ ഹോങ്കോങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് കണക്ടിവിറ്റി ഉള്ള സ്ഥലമാണ്. ബസ്സും ട്രെയിനും സബ്വേ ഒക്കെ ഉണ്ട് കണ്ട. എയർപോർട്ടിലോട്ട് വരെ നമുക്ക് ട്രെയിനിനൊക്കെ പോവാം. എല്ലാ സെറ്റപ്പും ഉണ്ട്. അതുകൊണ്ട് ഈ ഒക്ടോപ്പസ് കാർഡൊക്കെ എടുത്ത് വെച്ചാൽ ഭയങ്കര സൗകര്യമാണ്. ഇതുണ്ട്, പല സ്ഥലങ്ങളും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓഷ്യൻ പാർക്ക്, പിന്നെ ഡിസ്നി ലാൻഡ്, അങ്ങനെ പല സ്ഥലത്തോട്ടും പോകാൻ പറ്റും. യെസ്, ഞാനവിടെ തിരക്കൊന്നും മാറാൻ വേണ്ടിയാണ് മാറിയെന്നാണ്. ഇനി നമുക്ക് മുകളിലോട്ട് പോയിട്ട് സ്റ്റേഷൻ മാറണം. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് സിയിലോട്ട് എക്സിറ്റ് ചെയ്യണം. ഇവിടെ 7-Eleven കണ്ട. നമുക്ക് ഈ ഒക്ടോപ്പസ് കാർഡൊക്കെ റീചാർജ് ചെയ്യണമെങ്കിൽ ഈ 7-Elevenൽ വന്നാൽ മതി. ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട്.
പക്ഷേ ക്യാഷായിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. വേറെ കാർഡ് കൊടുത്ത് ഇത് റീചാർജ് ചെയ്യാൻ പറ്റില്ല, ക്യാഷ് തന്നെ കൊടുക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സൈൻ ബോർഡുകൾ നോക്കിപ്പോയാൽ മതി, വേറെ സീനൊന്നുമില്ല. ഇതേ കാർഡ് എടുക്കുന്നു. ഇവിടെ $4, $4.9 ഇപ്പോൾ വന്ന ട്രെയിനിൻ്റെ റേറ്റ്. ഇതേ ഹോങ്കോങ് വെസ്റ്റ് കൗലൂൺ സ്റ്റേഷൻ കണ്ട, ഇങ്ങോട്ടൊക്കെയാണ് നമുക്ക് പോകേണ്ടത്, ഹൈ സ്പീഡ് റെയിൽ. ആക്ച്വലി ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, അതായത് ഇങ്ങനെ റൂട്ടിൽ. പക്ഷേ ആദ്യമായിട്ട് വന്നവർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ഭയങ്കര സ്മൂത്താണ് കാര്യങ്ങൾ. നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതേ ചൈനയിലെ ഷെൻഷനിലോട്ടാണ്. അതായത് ഈ ഹോങ്കോങ്ങിൻ്റെ ഒരു അതിർത്തി ഭാഗമാണ് ചൈനയിലെ ഷെൻഷൻ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിന്ന് വൺ ഡേ ടൂർ നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഇമിഗ്രേഷൻ ഉണ്ടാവും. ഈ ഒരു സ്റ്റേഷനിൽ തന്നെ ആയിരിക്കും നമുക്ക് ഹോങ്കോങ്ങിൻ്റെയും ചൈനയുടെയും ഇമിഗ്രേഷൻ വരിക. അതുകൊണ്ട് സുഖമാണ്, എല്ലാം ഒറ്റ കാര്യത്തിൽ നടക്കും. ഇതിപ്പോൾ എങ്ങനെ കയറണമെന്ന് നോക്കട്ടെ. ഇത് എക്സിറ്റ് ആണല്ലോ. സെൽഫ് സർവീസ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ആ സെൽഫ് സർവീസ് എന്ന് എഴുതിയിട്ടില്ലേ, എൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ സ്റ്റാഫ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അവിടെ കൊണ്ട് അവിടെ പാസ്പോർട്ട് കൊടുത്താൽ മാത്രം മതി. പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കണമല്ലോ. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് trip.com എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ടല്ലോ. ഈ ചൈനയിലെയും ഹോങ്കോങ്ങിലെയൊക്കെ ടിക്കറ്റുകൾ ഹോട്ടലുകളൊക്കെ ബുക്ക് ചെയ്യാൻ ബെസ്റ്റ് ആപ്പാണ് trip.com. അപ്പോൾ അത് അതിനകത്ത് ഞാൻ ട്രെയിൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിനിറ്റ് താഴത്തോട്ട് പോകണം. ഇതെങ്ങനെയാണ് നിൽക്കണത്? അയ്യോ, ഇവിടെ ഉണ്ടല്ലേ ഡിപ്പാർച്ചർ. ഓക്കെ, അടഞ്ഞ്. അപ്പോൾ ഞാൻ ട്രെയിൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. 10:30ക്കാണ് ട്രെയിന്, 10:35. അപ്പോൾ ഇപ്പോൾ സമയം 8:50 ആയിട്ടുള്ളൂ. ഇത്തിരി നേരത്തെയാണ് വന്നേക്കണം. കാരണം ഇത് ഹോങ്കോങ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും 1 മണിക്കൂർ മുമ്പൊക്കെ വന്നാൽ മതി, കാരണം ഇമിഗ്രേഷൻ കൊള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി നേരത്തെ ഇറങ്ങി. എന്നാലും നോക്കാം, വലിയ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കും. ഹോങ്കോങ്ങിൻ്റെ ഇമിഗ്രേഷൻ ഉണ്ട്, പിന്നെ ചൈനയുടെ ഇമിഗ്രേഷൻ ഉണ്ടല്ലോ. ഇവിടെ ഇറങ്ങി ബാക്കിൽ തുറന്ന് ഡിപ്പാർച്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ ടിക്കറ്റ് ചൈനയിലൊക്കെ എന്ത് ബുക്ക് ചെയ്താലും പാസ്പോർട്ട് നമ്പർ കൊടുത്തിട്ടാണ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാസ്പോർട്ട് കൊണ്ടുപോയി അവിടെ മാനുവൽ കൗണ്ടറിൽ കൊടുത്താൽ അവർക്ക് അറിയാം ടിക്കറ്റ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. അങ്ങനത്തെ സീനൊന്നുമില്ല. ഇനി ഇമിഗ്രേഷനാണ്, ഞാൻ വീഡിയോ എടുക്കണില്ല കേട്ടോ. ഇതുണ്ട ഹോങ്കോങ് ഡ്യൂട്ടി ഫ്രീ. അപ്പോൾ നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞു ഹോങ്കോങ്ങിൻ്റെ. നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സ്ലിപ്പ് കിട്ടിയില്ലേ, ആ സ്ലിപ്പും പാസ്പോർട്ടും മാത്രമേ ഞാൻ അവിടെ കൗണ്ടറിൽ കൊടുത്തുള്ളൂ. അതായത് കുറേ ഗേറ്റുകൾ കാണാം, അത് നമുക്ക് പറ്റില്ല. അപ്പോൾ റൈറ്റ് സൈഡിൽ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2 കൗണ്ടറുണ്ട്, അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി പാസ്പോർട്ട് കൊടുത്തു. ഒരു മിനിറ്റ് പോലും എടുത്തില്ല, നേരെ പാസ്പോർട്ട് തിരിച്ചു വന്നു. എന്നിട്ട് പിന്നെ അങ്ങ് നടക്കുകയാണ്. ഇനി ചൈനയുടെ ഇമിഗ്രേഷനാണ് ഇപ്പോൾ ഇനി വരാൻ പോണേട്ടാ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ചൈനീസ് ഇമിഗ്രേഷനും കടന്നിരിക്കുകയാണ്. ട്രെയിൻ പുറപ്പെടുന്ന ഗേറ്റിലോട്ടെത്തി. ഈ കാണുന്ന 7A ആണ് നമ്മുടെ ഗേറ്റ്. 7A 8A ഇതിലെ കയറണ്ട, ഇതിലാണെന്ന് തോന്നണം. അവിടെ ചെന്ന് കയറണം. ചൈനയുടെ ഇമിഗ്രേഷൻ കൗണ്ടറിൻ്റെ അവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ റൈറ്റിലോട്ടാണ് പോകേണ്ടത്. ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ചൈനീസ് നാഷണൽസിനാണ്, ഫോറിനേഴ്സിന് റൈറ്റ് സൈഡ്. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. ഒരു അറൈവൽ കാർഡ് ഫില്ല് ചെയ്യണം, അത് ഓൺലൈനിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ QR കോഡ് വെച്ചിട്ടുണ്ട്. നമ്മളത് ക്യാമറ തുറന്നിട്ട് ജസ്റ്റ് സ്കാൻ ചെയ്യുന്നു. അപ്പോൾ ഒരു ഫോം വരുന്നു. പാസ്പോർട്ടിൻ്റെ പേജ് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കയ്യിലുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്, പാസ്പോർട്ട് നമ്പർ, പേര്, ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ പർപ്പസ് ഓഫ് വിസിറ്റ്, അതുപോലെ ഡിപ്പാർച്ചർ ഏത് റൂട്ടിലാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, ട്രെയിനിലാണോ ഫ്ലൈറ്റിലാണോ വെസലാണോ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ്, അത് ഏത് സിറ്റിയാണ്, ഡേറ്റ് എന്നാണ്, അങ്ങനെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കണം. പിന്നെ തിരിച്ച് പോണതിൻ്റെ ഡീറ്റെയിൽസ്, വിസയുടെ കാര്യങ്ങൾ, അങ്ങനെയുള്ള വിസയുടെ നമ്പറൊക്കെ അടിക്കണം. അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. ലാസ്റ്റ് എന്നിട്ട് നമ്മൾ ഈ സൈൻ ചെയ്യണം. അതിൽ തന്നെ സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ സൈൻ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു QR കോഡ് കിട്ടും. അത് കാണിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഫോണിൽ വെക്കുക. അത് ചെയ്താലേ നമുക്ക് ഇമിഗ്രേഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇമിഗ്രേഷനിൽ ചെന്ന് ഞാൻ ക്യൂ നിന്നു. വേറെ ചോദ്യങ്ങളും പറച്ചിലൊന്നുമില്ല. ജസ്റ്റ് എൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്തു, ഈ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും, അത്രേ ഉള്ളൂ. സീൽ ചെയ്ത് തന്നു. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് 2 തവണ ചൈനയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരിക്കാം. ചോദ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷനിൽ 1 മിനിറ്റ് പോലും എടുത്തില്ല.
പക്ഷേ ഈ മറ്റേ അറൈവൽ കാർഡ് ഫില്ല് ചെയ്യാനായിട്ട് 1/2 മണിക്കൂർ എടുത്തിട്ടാണ്. കുറേ സമയം എടുത്താൽ ഫില്ല് ചെയ്യാൻ. ആദ്യം ഫില്ല് ചെയ്തപ്പോൾ തെറ്റിപ്പോയി, പിന്നെ ഞാൻ രണ്ടാമത് സ്കാൻ ചെയ്ത് വീണ്ടും ചെയ്തു. അപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ സാധനം ഫില്ല് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ ഫ്രീ വൈഫൈ ഉണ്ട്, വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. വലിയ സീനൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 1.5 മണിക്കൂർ മുമ്പെങ്കിലും ഈ സ്ഥലത്ത് വരുന്നതാണ് നല്ലത്. കാരണം ഇതേപോലത്തെ ഫില്ല് ചെയ്യലും ഇമിഗ്രേഷനിൽ വല്ല തിരക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് നല്ലതാണ്. യെസ്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ട്രെയിനിന് വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ 10 മണിയായിട്ടുള്ളൂ, ഇനി 1/2 മണിക്കൂറും കൂടി ഉണ്ട്. അതുപോലെ വിസയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. ചൈനക്ക് കയറണമെങ്കിൽ എന്തായാലും വിസ വേണമല്ലോ. അപ്പോൾ എനിക്ക് വിസ ഉള്ളത് ഇത്തവണത്തെ വിസ ബിസിനസ് വിസയാണ്. ഇതിനു മുമ്പ് നമ്മൾ വന്നത് ടൂറിസ്റ്റ് വിസയൊക്കെ ആയിരുന്നു. ഇത്തവണ ബിസിനസ് വിസയാണ് എടുത്തിരിക്കുന്നത്. ആക്ച്വലി നാളെ ഈ വിസയുടെ വാലിഡിറ്റി തീരും. 30 ദിവസം ബിസിനസ് വിസ ആണെങ്കിൽ 20 ദിവസം സ്റ്റേ, 3 മാസം വാലിഡിറ്റി. ടൂറിസ്റ്റ് വിസ ആണെങ്കിൽ 3 മാസം വാലിഡിറ്റിയിൽ 30 ദിവസം സ്റ്റേ കിട്ടും. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഇതിന് മുമ്പ് മറ്റേ കാൻറ്റോൺ ഫെയർ ഉണ്ടായിരുന്നല്ലോ, അതിന് വരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അതിനൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ വാലിഡായിട്ടുള്ള വിസ ഇപ്പോഴും ഉണ്ട്, നാളെ തീരും. അപ്പോൾ ഞാനെന്തായാലും ഹോങ്കോങ് വഴി നമ്മൾ അടുത്ത രാജ്യത്തേക്ക് പോകല്ലേ, ജസ്റ്റ് ഒരു ഡേ ഒന്ന് കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ പോകണേ കേട്ടോ. യെസ്, അപ്പോൾ ബിസിനസ് വിസക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ വിസ എടുത്ത് തന്നിരിക്കുന്നത് നമ്മുടെ ട്രാവട്ടല്ലർ എന്ന് പറയുന്ന ടീമുണ്ടല്ലോ. എൻ്റെ ബിസിനസ് വിസ ആണെങ്കിലും ടൂറിസ്റ്റ് ആണെങ്കിലും എല്ലാ വിസയൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നത് അവരാണ്. നമ്മുടെ എറണാകുളം മരട് ന്യൂക്ലിയസ് മാളിൽ ആണ് അവരുടെ ഓഫീസ് വരുന്നത്. ഇപ്പോൾ ഞാൻ ബ്രസീലിൻ്റെ വിസ കൊടുത്തിട്ടുണ്ട്, അതും അവരാണ് ചെയ്യണം. US വിസ എടുത്ത് തന്നത് അവർ തന്നെയാണ്, ട്രാവട്ടല്ലർ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. വിസയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അടിപൊളി ടീമാണ്. യെസ്, അപ്പോൾ സമയമാവട്ടെ, നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഈ ഒരു എൻ്റെ വായിൽ പിന്നെ എയർപോർട്ടെന്ന് പറഞ്ഞത് ഇതുണ്ട്, വലിയ തൂണുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയാണ് ഗേറ്റ്. ഞാൻ കുറച്ച് നേരം ഇവിടെ വന്നിരുന്നാണ്, സമയമാവട്ടെ എന്ന് വിചാരിച്ച്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, നമുക്ക് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാം. പക്ഷെ ഞാൻ ഓൺലൈനിൽ എടുത്തു. ഇത് കണ്ട, ഇത്രയും ട്രെയിനുകളുണ്ട്. അതായത് 10:18, 10:23, 10:29, 10:35 ആ ട്രെയിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 10:20 ഗേറ്റ് ഓപ്പൺ ആകും. ഏതാണ്ട് ഒരു 15 മിനിറ്റ് മുമ്പാണ് ഗേറ്റ് ഓപ്പൺ ആക്കുക കേട്ടോ. അപ്പോൾ ട്രെയിനുണ്ട്. അങ്ങനെ ബോർഡിങ് ടൈമായി. ഞാൻ ജസ്റ്റ് പാസ്പോർട്ട് സ്കാൻ ചെയ്തു. നമ്മുടെ ആ ഗേറ്റില്ലേ 7A 8A, അപ്പോൾ ആ ഗേറ്റ് നോക്കി ഇങ്ങനെ നടക്കുക. അപ്പോൾ പാസ്പോർട്ട് കൊടുക്കുക, അവർ സ്കാൻ ചെയ്യും, അവർ തന്നെ സ്കാൻ ചെയ്ത് തന്നു. യെസ്, ജസ്റ്റ് ഇനി ഭൂമിക്കടിയിലോട്ട് പോകണമായിരിക്കും. അടിപൊളി. ഇവിടെ എപ്പോഴും വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം റൈറ്റ് സൈഡിൽ നിൽക്കണം. അങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു റൂള്. പൊതുവേ എല്ലാ നാട്ടിലും ഉണ്ട്. കാരണം ഇടത് ഭാഗത്ത് കൂടി പെട്ടെന്ന് പോകണവർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ആളുകളെല്ലാം റൈറ്റ് സൈഡ് കീപ്പ് ചെയ്യണം. കണ്ട എല്ലാവരും നിൽക്കണുണ്ട്. അങ്ങനെ ചില രാജ്യങ്ങളിൽ അത് ഇടതേ ഭാഗത്തായിരിക്കും. അപ്പോൾ അത് നോക്കി വേണം നിൽക്കാനായിട്ട്. ഞാൻ ആപ്പിൽ കൂടി ചെയ്തുകൊണ്ട് ആപ്പിലതിനകത്ത് സീറ്റ് നമ്പറും നമ്പറൊക്കെ കാണിക്കുന്നുണ്ട്. എൻ്റെ 4 ഇതാണ്, അത് 3. യെസ്, ഇതാണ് എൻ്റെ ചെയർ. ട്രെയിനൊക്കെ നമ്മൾ അതിന് മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. നമ്പർ എത്ര? 2A നോക്കട്ടെ കേട്ടോ. 2A എന്ന് പറയുമ്പോൾ രക്ഷപ്പെട്ടു. വിൻഡോ സീറ്റ് ഇത്. അയ്യോ, വിൻഡോ ഇല്ലേ. ഈ ഒരു ട്രെയിനിന് എനിക്ക് വന്ന റേറ്റ് എത്രയാണെന്ന് അറിയാമോ? 1000 രൂപ. അപ്പോൾ ഹോങ്കോങ്ങിൽ നിന്ന് നേരെ ഇപ്പോൾ പോകുന്ന ഫുട്ടിയാനിലോട്ടാണ് ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഷെങ്യാൻ നോർത്തിലോട്ട് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ഫുട്ടിയാൻ ജസ്റ്റ് കണ്ടിട്ട് പിന്നെ ആ ഏരിയയാണ് നമ്മുടെ പ്ലാൻ. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തതാണ്. ഫുട്ടിയാൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ബോർഡർ ഏരിയ തന്നെയാണ്. അപ്പോൾ 1000 രൂപയാണ് ഈ ട്രെയിൻ ടിക്കറ്റിന്. 14 മിനിറ്റ് കൊണ്ട് എത്തും. 14 മിനിറ്റ് മതി. ഹൈ സ്പീഡ് റെയിലാണ്. ചൈനയിൽ വന്നു കഴിഞ്ഞാലേ നമുക്ക് ദാഹിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ എല്ലായിടത്തും കിട്ടും. എയർപോർട്ടിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനാണെങ്കിലും ഇവിടെ ഉണ്ട് വെള്ളം. ചൂടുവെള്ളം വേണമെങ്കിൽ അതും കിട്ടും. പക്ഷേ എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് പാടില്ല. ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ കയ്യിൽ ഒരു കാലിക്കുപ്പി വേണം. ഞാനത് എടുക്കാൻ മറന്നുപോയി. കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ബാഗ് ഞാൻ ആക്ച്വലി നമ്മുടെ ഹോട്ടലിൽ തന്നെ വെച്ചേക്കണം. ഞാൻ ഇന്ന് തന്നെ തിരിച്ചു ചെല്ലുമല്ലോ, ബാഗിലായിപ്പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതേ ഒരു ബാഗ് മാത്രമായിട്ടാണ് ഉണ്ടോ വന്നേക്കണം. വേറെ ലഗേജൊന്നുമില്ല. നമ്മൾ ഒരു ഡേ ട്രിപ്പ് ആയതുകൊണ്ട് രാവിലെ പോകുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു. വേറെ പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ഒരു ചൈനയിൽ വരുമ്പോൾ ഇപ്പോൾ ഒരു ചെറിയ കുപ്പി ബോട്ടിൽ കയ്യിൽ വെച്ചാൽ എല്ലായിടത്തും നമുക്ക് വെള്ളം നിറയ്ക്കാം. വെറുതെ പുറത്തൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ സ്ഥലത്തും കുടിവെള്ളം കിട്ടും, വാഷ്റൂമും ഉണ്ടാവും. ആക്ച്വലി 10:35 വണ്ടി പോകേണ്ടത്. പക്ഷെ 10:33 തന്നെ വണ്ടി പോകാമല്ലോ. 2 മിനിറ്റ് മുന്നേ പുറപ്പെട്ടു. എത്ര മണിക്ക് എത്രയെന്ന് നോക്കട്ടെ. അങ്ങനെ നമ്മൾ ഫുട്ടിയാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഏതാണ്ട് 14 മിനിറ്റ് കറക്റ്റ്. 10:47
14 മിനിറ്റ് കൊണ്ടാണ് എത്തിയേക്കണ. അടിപൊളി. ട്രെയിന് കംപ്ലീറ്റ് ഭൂമിക്കടി കൂടിയുണ്ടോ യാത്ര? പിന്നെ എങ്ങനെ പോണ്ട? ഇങ്ങോട്ടോ. നമ്മൾ ട്രെയിനിലിരിക്കുമ്പോൾ പുറത്തോട്ട് വ്യൂ ഒന്നുമില്ല എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഭൂമിക്കടി കൂടി ടണൽ വഴിയാണ് യാത്ര കേട്ടോ. അടിപൊളി. 14 മിനിറ്റ് കൊണ്ട് ഷെൻജനിലെത്തി. ഷെൻജൻ എന്നാണ് ഷെൻഷൻ. പുറകെ കാണുന്ന ഭാഗത്ത് നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്യുന്നു, നേരെ എക്സിറ്റ് അടിക്കുന്നു. ഇനി ഭൂമിക്ക് പുറത്തോട്ട് പോകണം. ഇത് ഭൂമിക്ക് അടിയിലാണ് ഇപ്പോഴും. ഇവിടെ നിന്ന് പല സ്ഥലത്തോട്ടും മാറിയൊക്കെ പോകട്ടെ. അതായത് മെട്രോ ലൈൻ 2, 3, 11 ഇത്ര മെട്രോ ആണത്. പല ടൈപ്പ് ഉണ്ടല്ലോ. പുറത്തോട്ട് എങ്ങനെ പോകണ്ട? ഇത് മെട്രോ ആണ്, ഇങ്ങോട്ടാന്ന് തോന്നണം. ബസ്സും ടാക്സിയൊക്കെ ഇടണം ഇവിടെ. ഇത് കണ്ടോ, വിശാലമായിട്ടുള്ളൊരു സ്റ്റേഷൻ കേട്ടോ. ഫുട്ടിയാൻ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇവിടെ ടിക്കറ്റൊക്കെ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാനുള്ള സംവിധാനമൊക്കെയാണ് ഈ കാണുന്നത്, ഓട്ടോമാറ്റിക് ടിക്കറ്റിങ്. നമുക്കിനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ പോവാം. അതിന് വേണ്ടിയിട്ട് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഒരു 600 മീറ്റർ നടക്കാറുണ്ട് അടുത്ത ലൊക്കേഷനിലോട്ട് നമ്മുടെ. ഇത് കണ്ടോ, അതിൻ്റെ നീളം കുറേ അങ്ങ് പോകണമല്ലോ. ഞാനീ അറ്റത്തേക്ക് നടന്ന് എക്സിറ്റ് 10 ഉണ്ട്, അതിൽ കൂടി പുറത്തോട്ട് പോവാം. നേരെ പോയാൽ മെട്രോ കയറുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ ഭൂമിക്ക് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് കണ്ട, അടുത്തത് നമ്മൾ ഇവിടുത്തെ ഒരു പ്രധാന ഒരു ലൊക്കേഷൻ കാണാൻ പോകുന്നുണ്ട്. അതാണെന്ന് തോന്നുന്നു. അതാണോ? എൻ്റെ മുന്നിൽ എന്ത് വലിയ കെട്ടിടമാണത്. അയ്യോ, ഇത്രയും ഹൈറ്റാ. ഇതാണോ ഞാൻ കാണാൻ വന്നത്? ഞാനൊരു വലിയൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ കയറാനുള്ളൊരു പ്ലാനാണ്. അടിപൊളി. ഷെൻജനൊന്നും കാണാനല്ല മൊത്തത്തിൽ. ഇവിടെ കുറേ സൈക്കിളുകൾ ഇരിക്കുന്നുണ്ട്. ഇത് ഇലക്ട്രിക് സൈക്കിളാണോ? അപ്പോൾ ഞാൻ കാണാൻ വന്ന കെട്ടിടം അത് തന്നെയാണ് ഈ കാണുന്ന ഈ കെട്ടിടം, ഈ നീലയുടെ അപ്പുറത്തുള്ളത്. നല്ല ഹൈറ്റാണ്. ഇത് പിങ് ആൻഡ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെൻ്ററാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറാൻ പറ്റുമെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും. ഈ കെട്ടിടത്തിനെ 599 മീറ്ററാണ് ഹൈറ്റ്. അതായത് 1965 അടി ഉയരമുണ്ട്. 115 നിലയുണ്ട് കേട്ടോ. അതിനകത്ത് 116ാമത്തെ നിലയിലോട്ട് നമുക്ക് കയറാൻ പറ്റും എന്നാണ് അറിഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം. 115 നില, അതുപോലെ 5 നില താഴത്തോട്ടും ഉണ്ട്. അത്രയും ഹൈറ്റുണ്ട്. എൻ്റെ മുന്നിൽ ഇതുണ്ടാ, ഒരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ ചുറ്റും വേറെ 2 ബിൽഡിംഗ് ഉണ്ട്. ഇതിപ്പോൾ മുകളിലെത്തിക്കഴിഞ്ഞാൽ ഭീകര കാഴ്ച ആയിരിക്കട്ടെ. ഈ നഗരം മൊത്തം നമുക്ക് കാണാം. ചൈനയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കെട്ടിടമാണ് ഈ കാണുന്നത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 5ാമത്തെ കെട്ടിടവും പിങ് ആൻഡ് ഫിനാൻഷ്യൽ സെൻറ്റർ. എൻ്റെ പൊന്നോ, ഇതിൻ്റെ വഴിയൊന്ന് കണ്ടുപിടിക്കട്ടെ കേട്ടോ. എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയില്ല. ഏതിലാണ് കയറണാവോ? ഈ ഒരു കെട്ടിടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറം ഭാഗമേ ഈ തുരുമ്പ് എടുക്കാത്ത സ്റ്റെയിൻലെസ് സ്റ്റീലില്ലേ, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ കാറ്റിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ ഏറ്റവും മുകളിൽ ഡയമണ്ടിൻ്റെ ആകൃതിയിലൊക്കെയാണ് അതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കേട്ടോ. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടം കൂടിയാണ് ഈ കാണുന്നത്. എൻ്റെ മുന്നിൽ ചൈനയിലെ ഏറ്റവും വലിയ 2ാമത്തെ കെട്ടിടം. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ആക്ച്വലി നമ്മൾ നിൽക്കുന്നത്. ടിക്കറ്റൊക്കെ ഉണ്ടാവുമായിരിക്കുമോ, എനിക്ക് അറിയത്തില്ല എങ്ങനെ കയറണമെന്ന്. നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഇതാണ് എൻട്രി. ഇവിടെ ഈസ്റ്റ് ഗേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അകത്തോട്ട് പോയി നോക്കട്ടെ കേട്ടോ. തുറന്ന ഭാഗ്യം. ഈസ്റ്റ് ഗേറ്റ് എക്സിറ്റ് എന്നാണ് എഴുതിക്കണം. അവിടെ പോയി ചോദിക്കാം. ഇതിലെയാണ് എൻട്രി ചെയ്യുന്നത്. ഇതിൻ്റെ ടിക്കറ്റ് എടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട്. ചോദിക്കട്ടെ. നമുക്കേ 116ാമത്തെ നിലയിൽ ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട്. അങ്ങോട്ടേക്കാണ് നമുക്ക് പോകണ്ടേ. അതെ, ഞാനവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇടത് ഭാഗത്തേക്ക് പോകാൻ പറഞ്ഞു. നമുക്കൊന്ന് പോയി നോക്കാം. എൻ്റെ മുന്നിൽ നമുക്ക് ഇങ്ങോട്ട് പല സ്ഥലത്തുനിന്നും മെട്രോ വഴി വരാം കേട്ടോ. അതേ ഷോപ്പിംഗ് പാർക്ക് സ്റ്റേഷൻ, അതാണ് ഏറ്റവും തൊട്ടടുത്തുള്ള സ്റ്റേഷൻ വരുന്നത്. ഞാനേ വഴി കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇടത്തോട്ട് പോകാൻ പറഞ്ഞ് നോക്കാം. ഇതിൻ്റെ താഴത്ത് മാളൊക്കെ ഉണ്ട് കേട്ടോ. PAFC മാള്. ഇനി മാളിൽ നിന്നാണോ എൻട്രി? അയ്യോ, ഒരു പിടിയും കിട്ടണല്ലോ. അത് കൊള്ളാലോ, നല്ല ഭംഗിയുള്ള ഡിസൈൻ. അയ്യോ, ഇത് എവിടെയാണിത്? ഞാൻ ആദ്യമായിട്ടാണ് ഈ പുറത്ത് എസ്കലേറ്റർ വെച്ചേക്കണോ. വെയിലും കൊണ്ട് എസ്കലേറ്റർ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും. തുർക്കി പോയപ്പോൾ ഒരു തവണ കണ്ടിട്ടുണ്ട് റോട്ടിലൊക്കെ. അപ്പോൾ ഈ മാളിലോട്ടൊന്ന് കയറി നോക്കാം. ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും എൻട്രി, അറിയില്ല. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ ഇവിടെ ഫ്രീ സ്കൈ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഷെൻജൻസ് ടോളസ്റ്റ് ബിൽഡിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്.
അതെ, ഇതാണ് സ്ഥലം. ഒബ്സർവേഷൻ ഡെക്ക്. കണ്ടുപിടിച്ച്. ഇതിന് 2019 ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹയസ്റ്റ് ഗ്ലാസ് ഫ്ലോർ കാൻഡിലിവർ ഒബ്സർവേഷൻ ഡെക്കിന് 547.60 മീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഇവിടെ ഒരു കൗണ്ടറുണ്ട്, മെഷീനുണ്ട്, അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ 200 RMB ആണ് ഒരാൾക്ക് റേറ്റ്. ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് ഏതാണ്ട് ഒരാൾക്ക് 2800 രൂപ വരും ഇന്ത്യൻ മണി. അപ്പോൾ ഇതിൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ ഇത് ടിക്കറ്റ് കൗണ്ടർ, അതിലാണ് നമ്മൾ വന്നത്. ഇൻഫർമേഷൻ കൗണ്ടർ ഇതാന്ന് തോന്നുന്നു. സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. ഇതാണ് ഇത് തന്നെ. നമ്മുടെ ബാഗൊക്കെ സ്കാൻ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം നമുക്കറിയാം, നമ്മുടെ ബുർജ് ഖലീഫ ദുബായിലുള്ളത്. രണ്ടാമത്തത് മലേഷ്യയിലാണ്, മെർദേക്ക എന്ന് പറഞ്ഞിട്ട്. മൂന്നാമത് ഷാങ്ഹായ് ടവർ ചൈന തന്നെയാണ്. നാലാമത് വരുന്നത് സൗദി അറേബ്യയിലാണ്. പിന്നെ അഞ്ചാമത്തെയാണ് നമ്മളിപ്പോൾ കയറാൻ പോണത്, പിങ് ആൻഡ് ഫിനാൻഷ്യൽ സെൻറ്റർ. കണ്ടാ 599 മീറ്റർ, 118 ഫ്ലോർ ഉണ്ടാ. നെറ്റിലൊക്കെ 115 എന്നാണ് കിടക്കണം. 118 ഉണ്ട് കേട്ടോ, അതിപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അഞ്ചാമത്തേലാണ് നമ്മൾ കയറുന്നത്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 5ാമത്തെ കെട്ടിടം. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളിൽ 10 എടുത്താൽ ആ ലിസ്റ്റിൽ 5 ചൈന തന്നെയാണ്. ഇതെവിടെ എഴുതിയിട്ടുണ്ട്, 10ാമത്തെ, 9, 8, പിന്നെ 5, 3, 5 കെട്ടിടങ്ങൾ ചൈന തന്നെയാണ്. ഇനി നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് നമുക്ക് അകത്തോട്ട് കയറാം. യെസ്, ഇവിടെ ഈ ഹെലികോപ്റ്ററിൽ നിൽക്കുന്ന പോലെ ഫോട്ടോ എടുക്കാനുള്ളൊരു സംവിധാനമാണ്. ഏതാണ്ട് ഇതുപോലെ ഇരിക്കും, കണ്ടോ? ലിഫ്റ്റിലോട്ട് കയറാണ്ടാ. ഈ ലിഫ്റ്റിനൊരു പ്രത്യേകതയുണ്ട്. താങ്ക് യു. എന്തോ ഒരു സാധനം തന്നല്ല. അയ്യോ, ഇതെന്താണ്? അയ്യോ, അടിപൊളി. വാവ്. ഇവിടെ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം കേട്ടോ. ചെറിയൊരു മിനിയേച്ചർ കാണാം. ഇതെന്താ, കൈയടിക്കുമ്പോൾ എന്തൊക്കെയോ വരുമെന്ന് തോന്നുന്നു. ഇത് കൊള്ളാമല്ലോ, അടിപൊളിയല്ലേ? ഇത് കണ്ണാടിയും കൂടെ ഉണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ കുറേ ഉള്ള പോലെ തോന്നുന്നത്. എൻ്റെ ഉള്ളിൽ കൂടി പോകാവോ? കണ്ണാടി അല്ല, എൻ്റെ ഉള്ളിൽ കൂടി പോവാട്ടാ. അയ്യോ അയ്യോ, അടിപൊളി സെറ്റപ്പ്. ആ ചേട്ടൻ കുറേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ ഭാഷയുണ്ട് ഒന്നും മനസ്സിലാവണില്ല. എനിക്കൊരു സംഭവം തന്നില്ലേ, ഇതിനകത്ത് 116 തന്നെയാണ് എഴുതിയേക്കണം. 116ാമത്തെ നിലയിൽ തന്നെയാണ്, പക്ഷെ മറ്റവിടെ 118 കണ്ടത് എന്താണെന്ന് എനിക്കറിയത്തില്ല. വലിയൊരു കർവ്ഡ് സ്ക്രീനാണേ, ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്ന സംഭവം അടിപൊളി. ഈ ഷെൻജൻ സിറ്റി എങ്ങനെയാണ് ഡെവലപ്പായി വന്നതെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ സ്റ്റോറിയാണ് ഈ കാണിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ താഴത്തോട്ട് പോവാണ്. ഇത് വീണ്ടും വീണ്ടും ഭൂമിക്കടിയിലോട്ടാണ് പോകണം. കൊള്ളാമല്ലോ, കളറൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ ലിഫ്റ്റിലോട്ട് കയറുക കേട്ടോ. ഇത് കണ്ട 116ാമത്തെ നില. ലൈറ്റ് ഓഫ് ആയ. ഈ ലിഫ്റ്റിനൊരു പ്രത്യേകത ഉണ്ട്. 55 സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ 116ാമത്തെ നിലയിലോട്ട് കയറുന്നത്. അതിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, കണ്ട സ്പീഡ് കാണിക്കുന്ന. ഇതേ എത്തി, പറഞ്ഞു തീരുമ്പോഴേക്കും സ്ഥലം എത്തി കേട്ടോ. ഇവിടെ കുറേ സ്ക്രീനൊക്കെ ഉണ്ട്. തുറന്നു. ഇതാണോ? അമ്പോ, ഇവിടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടോ? ഫ്രീ സ്കൈ 2019 റെക്കോർഡ് കിട്ടിയത്. ഇതാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ. ഇതാണ് ലിഫ്റ്റ്. 116ാമത്തെ നിലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഈ തിരക്കൊന്ന് പോക്കോട്ടെ, നമുക്ക് അപ്പുറത്ത് പോയി കണ്ടിട്ട് വരാം ആദ്യം. എൻ്റെ വലിയ അടിപൊളി. ബുർജ് ഖലീഫയിൽ നമുക്ക് 124ാമത്തെ നില വരെ കയറാം. ഇത് 116ാമത്തെ നിലയിൽ നമ്മളെത്തി. എന്നാ വ്യൂ ആണ്, കടലാ കാണുന്നത്. അച്ചോ, ഇത് കണ്ട കെട്ടിടങ്ങൾ കണ്ട. എൻ്റെ അമ്മോ, ഈ എവിടെ നിൽക്കുമ്പോൾ സത്യമായിട്ട് പേടിയാണ്, ഭയങ്കരമായിട്ട് പേടിയാണ്. താഴെ പോകുന്നുള്ള പേടി. ഇവിടെ എന്തോ ഒരു കണ്ണട വെച്ച് കാണുന്ന എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. അടിപൊളി, ഇടിലം വ്യൂ കാണാട്ടോ. ഇത് കണ്ട, ഷെൻജൻ കംപ്ലീറ്റ് കാണാം. ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. ഇത് ഇവരുടെ നോട്ടിൽ ഈ പടം ഉണ്ടോ? ഇവിടെ നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു നഗരം മൊത്തം 360 ഡിഗ്രിയിൽ നമുക്ക് ചുറ്റി കാണാം. ജസ്റ്റ് നടന്നാൽ മതി, കണ്ട മൊത്തം റൗണ്ട് അടിച്ച് കാണാം. എല്ലാ സ്ഥലത്തും വ്യൂ ഉണ്ട്.
ചൈനയിലെ ഗോങ്ടോങ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ലോക പ്രശസ്തമായിട്ടുള്ള ഒരു വൻ നഗരമാണ് ഈ ഷെൻജൻ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാങ്കേതിക സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ഷെൻജൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് മാർക്കറ്റുകളിലൊന്നും ഈ ഒരു ഷെൻജനാണ്. ഈ ഡ്രോൺ നിർമ്മാതാക്കളായിട്ടുള്ള DJI, അതുപോലെ ടെക് ഭീമന്മാരായിട്ടുള്ള ഹുവാവേ, ടെൻസെൻറ്റ് തുടങ്ങിയ വൻ കമ്പനികളുടെ ആസ്ഥാനം ഈ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. വെറും ഒരു സാധാരണ ഒരു ചെറിയ മീൻപിടുത്ത ഗ്രാമത്തിൽ നിന്ന് വെറും 40 വർഷം കൊണ്ടാണ് ലോകത്തിൻ്റെ സിലിക്കൺ വാലി എന്ന പദവിയിലേക്ക് ഈ ഒരു നഗരം ഉയർന്നു വരുന്നത്. ചൈനയുടെ സിലിക്കൺ വാലി എന്നാണ് ഈ ഒരു ഷെൻജൻ നഗരത്തെ അറിയപ്പെടുന്നത് കേട്ടോ. അത്യാധുനിക മെട്രോപൊളിറ്റൻ നഗരമാണ് ഇന്ന് ഈ ഒരു ഷെൻജൻ. 1970കളിലൊക്കെ ഒരു ചെറിയ മീൻപിടുത്ത ഗ്രാമം മാത്രമായിരുന്ന ഷെൻജൻ ചൈനയുടെ ആദ്യത്തെ സ്പെഷ്യൽ എക്കണോമിക് സോണായി മാറിയതോടെയാണ് അതിവേഗം വലിയൊരു നഗരമായിട്ട് വികസിച്ചത്. അതുപോലെ ലോകത്തിൽ ആദ്യമായിട്ട് പൊതുഗതാഗത സംവിധാനം പൂർണ്ണമായിട്ടും ഇലക്ട്രിക് ആക്കിയ ആദ്യ നഗരമാണ് ഷെൻജൻ. ഇവിടെ 16,000-ലധികം പബ്ലിക് ബസ്സുകളും 22,000-ലധികം ടാക്സികളും കംപ്ലീറ്റ് വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. അതുപോലെ ലോകത്ത് പ്രതിവർഷം ഏറ്റവും കൂടുതൽ വൻകിട കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ഒരു നഗരം കൂടിയാണ് ഈ ഒരു ഷെൻജൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ ചൈനയിലെ മറ്റ് പ്രധാന നഗരങ്ങളെ അപേക്ഷിച്ച് ഈ ഷെൻജനിലെ ജനസംഖ്യയിൽ ആളുകളുടെ ശരാശരി പ്രായം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 32-33 വയസ്സുള്ളവരാണ് ഈ ഒരു നഗരത്തിൽ താമസിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ പല ഭാഗങ്ങളിൽ നിന്ന് യുവ സംരംഭകരും അതുപോലെ IT പ്രൊഫഷണലുകൾ, പിന്നെ തൊഴിലന്വേഷിച്ച് വരുന്ന യുവാക്കൾ, അങ്ങനെ അവരൊക്കെ ഇവിടെ വന്ന് ചേക്കേറുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. അതുപോലെ ഈ ഒരു ഷെൻജൻ നഗരത്തിൽ നിരവധി കെട്ടിടങ്ങളുണ്ട്, അതുപോലെ ഫാക്ടറികളുണ്ട്. ഇത്രയും വലിയ നഗരമാണെങ്കിലും ഈ നഗരത്തിനുള്ളിൽ 1200-ലധികം പാർക്കുകളുണ്ട് എന്നുള്ളത് ഈ ഒരു നഗരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഈ നഗരവൽക്കരണത്തോടൊപ്പം തന്നെ പ്രകൃതിയെയും ഒരു ഭാഗത്ത് ഇവർ സംരക്ഷിച്ച് നിലനിർത്തുന്നുണ്ട് എന്നുള്ളത് ഒരു മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും അടിപൊളിയൊരു വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കട്ടാ. ഈ ഒരു ഷെൻജൻ നഗരം മുഴുവനായിട്ടും നമുക്ക് കാണാൻ പറ്റും. 360 വ്യൂ ആണ്. ഇതാണ് നമ്മുടെ ലിഫ്റ്റ് വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നേരെ എൻ്റർ ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടു തുടങ്ങാം. ഇവിടെ കുറേ പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്, ഫോട്ടോഗ്രാഫിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ചുറ്റും നടന്ന് കാണാം കേട്ടോ. നമുക്ക് 360-ൽ ഇത് നടന്ന് കാണാം. ഇവിടെ എന്തൊക്കെയോ മെഷീനൊക്കെ ഉണ്ട്. ഇത് ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ഡൗട്ടുണ്ട്. ഇതുണ്ട്, ഇവിടെ കുറേ ഫോട്ടോസൊക്കെ കാണാം. അങ്ങനെ കുറേ കാഴ്ചകൾ ചുറ്റും നടന്ന് കാണാം. ഇവിടുത്തെ ഒരു വേറെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചവിട്ടാം. അതുണ്ട്, അയ്യോ അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ, കൊള്ളാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 5ാമത്തെ കെട്ടിടത്തിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ബുർജ് ഖലീഫയിൽ മാത്രമാണ് നമ്മൾ കയറിയിട്ടുള്ളത്. നമുക്ക് 2, 3, 4 ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ ഇതുപോലത്തെ ഗെയിമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, VR എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ കുറേ ആക്ടിവിറ്റിയും ഇവിടെ ഉണ്ട്. പിന്നെ ഇതുണ്ടോ, ഇവിടെ ഐസ്ക്രീം കിട്ടും, അതൊക്കെയുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്ക്രീനുണ്ട്, അതിൻ്റെ ഹൈറ്റൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ടോ, വേണമെങ്കിൽ ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാം. കൊള്ളാം, അടിപൊളി. യെസ്, അപ്പോൾ ഈ ഒരു സ്ഥലം മൊത്തത്തിൽ ഇങ്ങ് ചുറ്റി നടന്ന് കാണാൻ മതി. അതെങ്ങനെയാണ് എന്നുള്ള റൂട്ടൊക്കെ കണ്ടോ, ഇങ്ങനെ ചുറ്റാം, കംപ്ലീറ്റ് ചുറ്റാം. ഇത് റെസ്റ്റ് റൂമാണ് കേട്ടോ. ഇവിടെയും ഒരു സ്ക്രീനൊക്കെ ഉണ്ട്, ഇൻട്രാക്റ്റീവ് വാളാണ്. കൊള്ളാമല്ലേ എന്തായാലും. യെസ്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റി കിടന്ന് കണ്ടു. ഇനി നമുക്ക് പയ്യെ താഴത്തോട്ടിറങ്ങാം. ഇവിടെ ലാസ്റ്റ് വരുമ്പോൾ ഇവിടെ ഒരു ഷോപ്പുണ്ട് കണ്ട, കുറേ സാധനങ്ങൾ, സുവനിയർ, അതൊക്കെ മേടിക്കാം. കണ്ട. അപ്പോൾ ഇതാണ് എക്സിറ്റ്. ഇനി നമുക്ക് ലിഫ്റ്റ് കയറി താഴത്തോട്ട് പോകാം. അങ്ങനെ 55 സെക്കൻഡ് കൊണ്ട് നമ്മൾ 600 മീറ്റർ താഴത്തോട്ട് എത്തിക്കുകയാണ്. നമ്മൾ താഴത്തോട്ട് വരുമ്പോൾ ഈ ഷോപ്പിംഗ് മാളിലോട്ടാണ് ഇവർ എക്സിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ഏറ്റവും അടിയിൽ ഫുഡ് കോർട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ 12:15 നല്ല വിശപ്പുണ്ട്. രാവിലെ 2 കഷ്ണം ബണ്ണ് മാത്രം ജസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. താഴെ ഫുഡ് കോർട്ട് ഉള്ളതുകൊണ്ട് നൈസായിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി സ്ഥലത്തോട്ട് പോകാം. ഇത് കണ്ടോ, വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടോ, വെള്ളം ഇങ്ങനെ വീഴുന്ന മുകളിൽ നിന്ന്. ഇത് ആക്ച്വലി നമ്മൾ
തിരിച്ചിറങ്ങുന്ന ഏതോ വഴിക്ക് വന്നുകൊണ്ട് എങ്ങോട്ടാണ് പോകണമെന്ന് പിടികിട്ടണല്ല. ഇനി ഫുഡ് കോർട്ട് തപ്പി കണ്ടുപിടിക്കണം. നല്ല തിരക്കാണുള്ള മാളിൽ. അപ്പോൾ ഞാൻ ഫുഡ് കോർട്ടിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. കുറേ വെറൈറ്റി വിഭവങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യട്ടെ. അപ്പം ഞാൻ അവിടെ നിന്നൊരു ഫുഡ് ഓർഡർ ചെയ്തിട്ട് ആ മെനു കണ്ട സംഭവം ഫോട്ടോ കണ്ട് അതങ്ങ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. വിഭവം വന്നു. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ എനിക്ക് പേരൊന്നും അറിയത്തില്ല. പക്ഷേ ബീഫാണ്. ബീഫ് കറി, അതുപോലെ വൈറ്റ് റൈസ് ഉണ്ട്, പിന്നെ ബീഫിൻ്റെ ഒപ്പം ഉരുളക്കിഴങ്ങ് ഉണ്ട്, പിന്നെ ഒരു കുറച്ച് ഗ്രേവി, പിന്നെ ആ റൈസിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു യെല്ലോ രീതിയിൽ യെല്ലോവിഷ് ആയിട്ടുള്ള എഗ്ഗ് ചെയ്തിരിക്കുന്നു. എൻ്റെ മോന് സാധനം കഴിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റി. ഇനി നല്ല വിശപ്പുള്ളതുകൊണ്ടാണെന്നറിയില്ല. എന്തായാലും നല്ല ഭക്ഷണം കഴിച്ചു. അതിന് അത്യാവശ്യം റേറ്റായിട്ടാ 49 RMB, അതായത് അറൗണ്ട് ഒരു 650 രൂപയോളം വന്ന്. എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ ആദ്യം കണ്ട ഷോപ്പിംഗ് പാർക്ക് മെട്രോ അല്ലേ, അപ്പോൾ അതിനകത്തേക്ക് ഇറങ്ങിയിട്ട് ലൈൻ നമ്പർ 1 കയറി. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് മറന്നുമല്ല, ഇപ്പോൾ പറയാം. ഹുവാങ് സിങ് ഇലക്ട്രോണിക് മാർക്കറ്റ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് മാർക്കറ്റാണ് ഹുവാങ് സിങ് എന്ന് പറയുന്ന സ്ഥലം. ആക്ച്വലി ഇവിടെ വന്നിട്ട് എനിക്ക് മൊത്തം കൺഫ്യൂഷനായി. ഇവിടെ കുറേ എന്തൊക്കെയോ കടകളൊക്കെ ഉണ്ട്. ഇതേ കാണുന്ന ബിൽഡിങ്ങൊക്കെ ഓരോരോ മാർക്കറ്റുകളാണ്. അതായത് ഇത് ഒരു സ്ഥലമല്ല, ഒരു ഏരിയ മുഴുവനും ഇലക്ട്രോണിക്സ് മാർക്കറ്റാണ്. പല സംഭവങ്ങളും കിട്ടും. എനിക്ക് ഇത് കറക്റ്റ് എവിടെ പോകേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ ജസ്റ്റ് നെറ്റിലൊക്കെ കണ്ട എന്താ സംഭവം എന്നൊക്കെ നോക്കാൻ വേണ്ടി ഒന്ന് വന്നതെന്നുള്ളൂ. നമുക്കൊന്ന് കയറിയൊക്കെ നോക്കാം. അപ്പോൾ ഇങ്ങോട്ടേക്ക് മെട്രോന് വന്നപ്പോൾ 2 യുവാൻ ആയുള്ളേ. 2 യുവാൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 28 രൂപ അത്രേ ഉള്ളൂ. കൊള്ളാം. ഇനി നമ്മൾ മെട്രോ പിടിച്ച് തന്നെ പോകണം. അത് അലീപേ വെച്ചിട്ടാണ് ഇതെല്ലാം ഞാൻ പേയ്മെൻറ്റ് ചെയ്യണം. ഹോട്ടലിലാണെങ്കിലും മെട്രോ ആണെങ്കിലും എല്ലാം അലീപേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സൗകര്യമാണ്. ശരിക്കും ചൈനയിൽ വരുമ്പോൾ പ്രധാനമായിട്ടും 3 ആപ്പുകൾ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചാൽ മതി. ഒന്ന് അലീപേ, നമുക്ക് എല്ലാ സ്ഥലത്തും ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്യാം സ്കാൻ ചെയ്തിട്ട്, നമ്മുടെ നാട്ടിൽ UPI ഒക്കെ ഉപയോഗിക്കണ പോലെ. 2 ടാക്സി എടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഡിഡി എന്ന് പറയുന്ന ആപ്പ്. ഡിഡി ആപ്പൊക്കെ നമുക്ക് നോർമലി നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. പക്ഷേ അലീപേ ഡൗൺലോഡ് ആവണില്ല. അതിനകത്ത് ചൈനയുടെ എന്തെങ്കിലും ഒക്കെ ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ ഒന്നുള്ളത് അമാപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ്, AMAP അമാപ്പ്. അതിനകത്ത് ഇംഗ്ലീഷ് വെർഷൻ ഉണ്ട്. മാപ്പാണ്, ഗൂഗിൾ മാപ്പ് പോലെ നമുക്ക് ഉപയോഗിക്കാം. നല്ല കറക്റ്റായിട്ട് അതിനകത്ത് സംഭവങ്ങളൊക്കെ കാണിക്കുക. അത് എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ഈ 3 ആപ്പും പ്രധാനപ്പെട്ട നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൈന യാത്ര കുറച്ചും കൂടി എളുപ്പവും. VPN ഒന്നും വേണമെന്നില്ല കേട്ടോ. VPN ഉദ്ദേശിച്ചത് നിങ്ങൾ ഇന്ത്യൻ കാർഡാണ് ഉപയോഗിക്കണമെങ്കിൽ VPN ഒന്നും ആവശ്യമില്ല. ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. VPN എൻ്റെ ഫോണിലില്ല, പക്ഷേ എനിക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ കണ്ടൊരു ബിൽഡിങ്ങിലൊന്ന് കയറി നോക്കട്ടെ. എനിക്കൊരു DJയുടെ മൈക്ക് മേടിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി. കുറേ ഇലക്ട്രോണിക്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഇതൊരു ഒറ്റൊരു സ്ഥലമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല മാളുകൾ പോലെയൊക്കെയാണ്. ഇതുണ്ട LED-യുടെ ഇതൊക്കെ ഉണ്ടോ അമ്പോ. ഇപ്പം നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് SCG ഇലക്ട്രോണിക് മാർക്കറ്റിലാണ്. ഇത് വലിയൊരു കെട്ടിടം ഉണ്ടോ. അപ്പോൾ അതിനകത്ത് പല പല ഷോപ്പുകളൊക്കെ നമുക്ക് കാണാം. അതുപോലെ വേറെയും പല മാർക്കറ്റുകളൊക്കെ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് വിപണിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്, കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ഞാൻ അവസാനം ഒരു കട കണ്ടുപിടിച്ചു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഒരു സംഭവം ഉണ്ട്, പക്ഷേ 2 മൈക്കില്ല. ഇത് കണ്ട, ഞാൻ മേടിക്കാൻ ഉദ്ദേശിച്ച മൈക്ക് ഇതാണ്. ഇത് ഒരു മൈക്കേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ മൊബൈലിലും കുത്താൻ പറ്റും. ഉണ്ടോ, 399, ഏതാണ്ട് 5000 രൂപയുടെ അടുത്ത്. ആകുമ്പോൾ ഭയങ്കര റേറ്റ് കുറവാണല്ലോ. അടിപൊളി. ഡ്രോണ്, മൊബൈൽ ഫോണ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇവിടെ വരണമെങ്കിലേ എനിക്ക് തോന്നുന്നത് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടണില്ല. കുറേ നടന്ന് കാണാം. നമ്മൾ ജസ്റ്റ് വൺ ഡേ പരിപാടിയായിട്ട് വന്നാലേ. പരിചയമുള്ളവരൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങൾ കറക്റ്റ് സ്ഥലത്ത് മാത്രം പോയാൽ മതിയല്ലോ. ഇതിപ്പോൾ ഇതിങ്ങനെ കിടക്കാണ്. ഇത് നോക്കി, നമ്മളിപ്പോൾ കയറിയത് ഈ കാണുന്ന ബിൽഡിങ്ങിലാണ്. ഇത് അവിടെ നിന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അസൂസ്, ഹുവാവേ, പിന്നെ ഞാൻ നോക്കുന്നത് അവിടെ ആപ്പിൾ, MI, DJയുടെ ഒരു ഷോറൂം അവിടെ കാണുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. വിവോ, ഓപ്പോ, എൻ്റെ പൊന്ന് ഇലക്ട്രോണിക്സിൻ്റെ ഒരു മേളമാണ്. എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ. ഫോണിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഡ്രോണുകൾ, സ്മാർട്ട് വാച്ചുകൾ, പിന്നെന്താണ് ഡ്രോണ്,
അങ്ങനെ എല്ലാ സംഭവവും. പിന്നെ സെക്കൻഡ് ഹാൻഡ് സംഭവങ്ങൾ കിട്ടുന്ന, ഇലക്ട്രോണിക്സ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്വാളിറ്റിയൊക്കെ നോക്കി മേടിക്കണം. അതുകൊണ്ടാണ് പരിചയമുള്ള ആൾക്കാർ ആരെങ്കിലുമായിട്ട് വരണം എന്ന് പറയണം. ഹുവാവയുടെ ഈ കടയൊക്കെ ഡ്രോണ് വിൽക്കുന്ന കടകളാണ്. ഡ്രോണ് പക്ഷേ ഹോൾസെയിലേ ഉള്ളൂ കേട്ടോ. എന്താ ഹോൾസെയിൽ ഷോപ്പൊക്കെയാണ് ഈ കാണുന്നത്. ഈ ആപ്പിളിൻ്റെ ചിഹ്നമൊക്കെ വെച്ചാണ്. ആപ്പിൾ ഷോറൂം ആയിരിക്കും. അതന്നെ. ഇത് ലെനോവോ, HP, DJI. ഇവിടെ കയറിയാൽ മൈക്കുണ്ടാന്ന് നോക്കട്ടെ. അങ്ങനെ ഞാൻ അന്വേഷിച്ച് കിടന്ന സംഭവം ഇവിടെ നിന്ന് കിട്ടി മോനെ. ഇത് ഞാൻ മേടിച്ചു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 മൈക്കുണ്ട്, വയർലെസ് മൈക്ക്. ഇത് കൂടാണ്ട് ഇത് കണ്ട, ഈ റിസീവർ കണ്ട, ഇത് മൊബൈലിൽ കുത്താൻ പറ്റും. ഇതങ്ങനെ അല്ലായിരുന്നു നേരത്തെ ഉള്ളത്. ഭയങ്കര വലിയ സംഭവമായിരുന്നു. ഇതേപോലത്തെ ആയിരുന്നു കണ്ട, ഇത്രയും സൈസുള്ളതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബൾജ് ചെയ്ത് വെക്കും. DJI പുതിയ ഇറക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ചെറിയൊരു സാധനം കുത്തിയാൽ മതി. ഇത് ഞാൻ ദുബായിൽ അന്വേഷിച്ചു, നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലത്തും ഇല്ല. ഇതിപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ, പുതിയതാണ്. അതുകൊണ്ടാണ് കിട്ടാത്തതെന്ന് തോന്നുന്നു. അപ്പോൾ ചൈനയിൽ വന്നിട്ട് മേടിക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കിട്ടി. ഇതിൻ്റെ റേറ്റ് വന്നത് 441 RMB, അതായത് ഇന്ത്യൻ മണി ഏതാണ്ട് 6000 രൂപ ഈ മൈക്കിന്. അടിപൊളി മൈക്കാണ്. എനിക്ക് തോന്നുന്നു നാട്ടിൽ ഇതിലേക്കാളും കൂടുതലായിരിക്കും തോന്നുന്നു ഇറങ്ങുമ്പോൾ. അറിയില്ല എനിക്ക് റേറ്റ്. ഞാൻ എന്തായാലും 6000 രൂപ മേടിച്ചാണ്. എന്തായാലും പൊളിച്ച് സാധനം കിട്ടി. എന്തായാലും ഇവിടെ ഒന്നും കൂടി വരണം. ഇനി അടുത്ത തവണ ചൈന വരുമ്പോൾ ഈ സ്ഥലമൊക്കെ ഒന്ന് മൊത്തം ഒന്ന് പഠിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വരാം. കുറേ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പല കടയിലും എന്തൊക്കെയോ വലിയ മറ്റേ ഫ്ലൈ ചെയ്യുന്ന കാറാണ്, അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടാക്സ് റീഫണ്ട് കിട്ടുമല്ലോ, നമ്മൾ ജസ്റ്റ് വിസിറ്ററല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ പേപ്പറൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതുപോലെ അവർ എനിക്ക് അഡ്രസ്സ് തന്നു. ഇവിടെ അടുത്ത് തന്നെ ആണ്, എയർപോർട്ട് വരെ പോകണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് നടന്നാൽ മതി. നമുക്ക് പോയി നോക്കാം ടാക്സ് റീഫണ്ട് കിട്ടുമെന്ന് നോക്കാം. ഇതാണ് സ്ഥലം. ഇത് കണ്ട, പേര് കണ്ട, ഇലക്ട്രോണിക് സ്ട്രീറ്റ് ഇൻ ചൈന. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഡിപ്പാർച്ചർ ടാക്സ് റീഫണ്ട് ഏജൻസിന്നോ അങ്ങനെ എന്തൊക്കെയോ അഡ്രസ്സുണ്ട്. ഈ ചൈന ടെലികോമിൻ്റെ അവിടെ നിന്ന് പൊക്കോളാനാണ് പറഞ്ഞത്. നോക്കട്ടെ ഏട്ടാ. ഇവിടെ ടാക്സ് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതാണോ സ്ഥലം? ടാക്സ് ഫ്രീ എന്ന് എഴുതിക്കണ്ട കാണാ. നമുക്ക് ചോദിച്ചു നോക്കാം അവിടെ ഇവിടെയൊക്കെ. അത് തന്നെ സംഭവം. ഇവിടെ ടാക്സ് റീഫണ്ട് എന്നൊക്കെ എഴുതിയേക്കണത്. ഇവിടെയാണ് സ്ഥലം. ഈ നടന്ന് വരുമ്പോൾ തന്നെ കാണാം അത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റീഫണ്ട് കിട്ടിയേട്ടാ. ഏതാണ്ട് ഇന്ത്യൻ മണി 500 രൂപ എടുത്ത്, ഒരു 38 യുവാൻ. അതായത് ഇപ്പോൾ പ്രോഡക്റ്റിന് ഇപ്പോൾ നമുക്ക് 5500 രൂപയുടെ ചിലവായിട്ടുള്ളൂ. അത് വിളിച്ച്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനകത്തൊരു പേപ്പറുണ്ട്. അത് നമുക്ക് തിരിച്ചു പോകുമ്പോൾ എയർപോർട്ടിലോ, ഇപ്പോൾ ഞാൻ പോർട്ട് വഴിയാണ് പോകുന്നത്, അപ്പോൾ പോർട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഓഫീസ് ഉണ്ടല്ലേ ടാക്സ് റീഫണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കണം. എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് പിടിക്കും. അതാ ഇപ്പോൾ എനിക്ക് ക്യാഷായിട്ട് തന്നു. യെസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ടോ. അവിടെ നിന്ന് ഞാനൊരു DD ടാക്സി വിളിച്ചു. എന്നിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ലിയാൻ ഹുവാ ഷാൻ പാർക്ക്. അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ആക്ച്വലി ഇതൊരു കുന്നാണ്. ഈ ഒരു സിറ്റിയുടെ കിടിലൻ വ്യൂ കാണാൻ പറ്റും ഇവിടെ. എന്നാൽ നമുക്ക് പോയി നോക്കാം. ഈ ഷെൻജൻ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള ഒരു പൊതു പാർക്കാണ് ഈ ലിയാൻ എന്താണ് എൻ്റെ പേര് മറന്നു, പേര് വാല്യൂനില്ല. ലിയാൻ ഹുവാ ഷാൻ അങ്ങനെയാണ് ഈ പാർക്കിൻ്റെ പേര്. വലിയ പാർക്കാണ് കേട്ടോ. ഇതൊരു സിറ്റിയുടെ ഉള്ളിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഏതോ കാടാണെന്നൊക്കെ തോന്നുന്നത് കണ്ട. അടിപൊളിയല്ലേ. ഇത് കുറേ വഴികളൊക്കെ ഉണ്ട് ഇതിലൊക്കെ. ഞാൻ ജസ്റ്റ് മാപ്പ് നോക്കിയാണ് പോകണം. ഇത് കുറച്ച് കുന്ന് കയറാനുണ്ട് കേട്ടോ. ആക്ച്വലി നമുക്ക് അധികം സമയമില്ല, പെട്ടെന്ന് കണ്ടിട്ട് പോകാം. അല്ലെങ്കിൽ നമുക്കിനി വൈകിട്ട് മറ്റേ ഫിയർ പിടിക്കാനുള്ളതാണ്. തിരിച്ച് ഇന്ന് തന്നെ പോകണ്ടേ. കുറച്ച് ഭാഗമൊക്കെ എന്തായാലും സ്റ്റെപ്പൊക്കെ കയറണം കേട്ടോ. ഇവിടെയൊക്കെ നനഞ്ഞ് കിടക്കണം സ്റ്റെപ്പൊക്കെ ചെറുതായിട്ട്. കണ്ടോ, തിക്ക് ഫോറസ്റ്റ്. പൊളിയാണല്ലേ, എന്ത് രസം. ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ നല്ല തണുപ്പ്. അങ്ങനെ ഒരു കണക്കിന് മുകളിലെത്തി മോനെ. അത്യാവശ്യം സ്റ്റെപ്പ് കയറാനുണ്ട്. രക്ഷപ്പെട്ട്. വ്യൂ എത്തി. കണ്ടോട്ടെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഷെൻജൻ്റെ നഗരത്തിൻ്റെ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കണ കാണാം. ഇങ്ങോട്ട് കയറ്റം കയറി വരാമെന്ന് പറഞ്ഞൊരു 1.5 വര തന്നെയാണ്. ഇതാണ് വ്യൂ. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര പാടുപെട്ട് മുകളിലോട്ട് കയറിയത്. കുറേ പേരുണ്ട് ഇവിടെ. ഇത് കണ്ട, വാ
പക്ഷേ എൻ്റെ മോനെ കീടിലം വ്യൂ. ഇതാണ് മോനെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ. ഒരു രക്ഷയില്ല. ഷെങ്യാൻ സിറ്റി നല്ല മനോഹരമായിട്ട് കാണാം. നമ്മളിപ്പോൾ കയറിയ ആ ഒരു ബിൽഡിംഗ് ഇല്ലേ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 5ാമത്തെ കെട്ടിടം, അതാണ് ഈ കാണുന്നത്. ഇങ്ങോട്ട് നോക്കുമ്പോൾ കുറേ ബിൽഡിങ്സൊക്കെ ഉണ്ട്. എൻ്റെ മുന്നും അടിപൊളി വ്യൂ അല്ലേ ഇവിടെ നിൽക്കുമ്പോൾ. വേണ്ട, ഇവിടെ സെൻറ്ററിൽ തന്നെ ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ആ വഴി അങ്ങോട്ട് വണ്ടിക്ക് വന്ന DD വിളിച്ച് വന്നില്ലേ, അത് ഇതിൻ്റെ സൈഡിൽ കൂടിയാണ്, ഞാനപ്പോൾ കണ്ടിരുന്നു. എന്നാലും ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. കണ്ട, ഇവിടെ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്. കണ്ട, ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പാടുപെട്ട് സ്റ്റെപ്പ് കയറി തന്നെ വന്നേക്കണം. യെസ്, കിടിലം വ്യൂ അല്ലേ, പൊളി വ്യൂ. ഈ ഒരു പാർക്കിൽ 6 മീറ്റർ ഉയരമുള്ള ഒരു വെങ്കല പ്രതിമയുണ്ട്. ഇദ്ദേഹം ഇവിടുത്തെ ഒരു പ്രശസ്തനായിട്ടുള്ള നേതാവാണ്. പേര് ഡെങ് സിയാവോപിങ്. അതായത് ചൈനയുടെ ആധുനികവൽക്കരണത്തിന് ചുക്കാൻ പിടിച്ച ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഇവിടുത്തെ നേതാവാണിട്ടത്. അദ്ദേഹത്തിൻ്റെ ഒരു വെങ്കല പ്രതിമ ഈ ഒരു പാർക്കിൻ്റെ മധ്യത്തിൽ തന്നെയുണ്ട്. അതുമാത്രമല്ല, ഈ ഷെൻഷൻ നഗരത്തെ ഇന്നത്തെ രീതിയിലുള്ള ഒരു ആഗോള നഗരമാക്കി മാറ്റാൻ തുടക്കമിട്ടത് ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളായിരുന്നു കേട്ടോ. ഇവിടെ ഈ ഒരു കളറുള്ള ചെടി പിടിപ്പിച്ചേക്കണോണ്ടേ നല്ല ഭംഗിയല്ലേ. ഒരു റെഡിഷ് കളറ്, തൊട്ടിപ്പുറത്ത് വൈറ്റ്, ഗ്രീന്, പിന്നെ ബിൽഡിങ്. ഭയങ്കര സെറ്റപ്പ് കേട്ടോ. ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലമൊക്കെയാണ് ഈ കാണുന്നത്. കേട്ടോ, മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് താഴത്തോട്ട് ഇറങ്ങണം. ഇനി അടുത്ത പരിപാടി നമുക്ക് മെട്രോ പിടിക്കണം. മെട്രോ പിടിച്ച് അടുത്ത സ്ഥലത്തേക്ക്, സീ വേൾഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമുക്കിനി പോകേണ്ടത് കേട്ടോ. അങ്ങനെ നടന്ന് താഴത്തോട്ട് എത്തി. സമയം 4 മണിയായി, വൈകിപ്പോയി. ആക്ച്വലി 4 മണിക്ക് നമ്മൾ അടുത്ത സീ വേൾഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തേണ്ടതായിരുന്നു. 1 മണിക്കൂർ ഡിലേ വന്ന്. പക്ഷേ ഈ സ്ഥലം നോക്കി, അയ്യോ, ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നേ, ഈ ചൈനക്കാരൊക്കെ ഏത് ലെവലിലാണ് ജീവിക്കണേ എന്നുള്ളത്. ഇന്ന് ആകപ്പാടെ വയ്യാണ്ടായി, ഒരു രക്ഷയില്ല. കാലൊക്കെ വേദനെടുക്കണം. അതുപോലെ ആകെ എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ടയേർഡായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ജസ്റ്റ് നമ്മൾ സീ വേൾഡ് എന്ന് പറഞ്ഞ സ്ഥലം കാണാം എന്നാണ് വിചാരിച്ചത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇനി പോർട്ടുള്ളത്. നമ്മൾ തിരിച്ച് ഹോങ്കോങ്ങിലോട്ട് പോകുന്നത് ഫെറി വഴിയാണ്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഫെറിയിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. മെട്രോ ട്രെയിനും കയറാമെന്ന് എനിക്ക് വയ്യ. ഇന്ന് ഭയങ്കരമായിട്ട് ടയേർഡായി പോട്ടാ, ആകെ വയ്യ, ഭയങ്കര ശരീരം വേന. അപ്പോൾ ഞാനൊരു DD പറഞ്ഞു, 500 രൂപ. ഇവിടുന്ന് പക്ഷേ 40 മിനിറ്റ് യാത്രയുണ്ട്. ഞാൻ ട്രെയിന് പോകാമെന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോൾ DD വിളിച്ച് പോകാമെന്ന് വിചാരിച്ചു. അതുപോലെ സമയവും ഇല്ല. നമുക്ക് 7:15-നാണ് ട്രെയിനുള്ളത്, അല്ല മറ്റേ ഫെറി ഉള്ളത്. ഇപ്പോൾ സമയം എത്രയെന്നറിയാം, 4:30 കഴിഞ്ഞു. നമ്മൾ എത്തുമ്പോഴേക്കും 5-5:15 ആവും. അപ്പോൾ ഒരുപാട് ഡിലേ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരെ DD ടാക്സി വിളിച്ച് പോർട്ടിലോട്ട് തന്നെ ഡയറക്റ്റ് പോകണു. അവിടെ നിന്ന് ഫെറി കയറി പോകുന്നു. അതാണ് ഇനി അടുത്ത പരിപാടി. അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഷെക്കു ഫെറി ടെർമിനൽ. നമ്മൾ ഹോങ്കോങ്ങിലോട്ട് പോകുന്നത് ഇനി ഫെറിക്കാണ്. ആക്ച്വലി മറ്റേ ഫുട്ടിയാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സെയിം ട്രെയിൻ എടുത്താൽ 14 മിനിറ്റ് കൊണ്ട് ഹോങ്കോങ് പോകാം വന്ന പോലെ തന്നെ. പക്ഷെ നമുക്കത് പറ്റില്ല, കുറച്ച് വെറൈറ്റി എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷെക്കു എന്ന് പറയുന്ന ഒരു അയ്യോ ഇതല്ലേ, ഇത് അടച്ചിട്ടേക്കാണല്ലോ. ഇതെവിടെയാണ്? നമ്മളിപ്പോൾ DD വിളിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ പാർക്കിങ്ങിൻ്റെ എവിടെ എങ്ങാണ്ടാണ് കൊണ്ടുവന്ന് ആക്കിയെന്ന് തോന്നുന്നത്. ഇതിവിടെ ഒന്നും അല്ല കേട്ടോ, ആരുടെയും ചോദിക്കട്ടെ. വണ്ടി പാർക്ക് ചെയ്യണ ഏതോ സ്ഥലമെന്ന് തോന്നുന്നു. ക്രൂയിസ് കോച്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ചെക്ക് ഇൻ ചെയ്യണ ഏരിയ കണ്ടുപിടിക്കട്ടെ. ശരിക്കും ഞാൻ സീ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം കൂടി വിസിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി. അതുകൊണ്ടാണ് ഇങ്ങനെ പോകാൻ തീരുമാനിച്ചത്. സീ വേൾഡ് ഇവിടെ നിന്ന് തൊട്ടടുത്താണ്, നല്ലൊരു അടിപൊളി ഏരിയയാണ്. പക്ഷെ അതിനുള്ള സമയമില്ല. ഇപ്പോൾ 5:30 കേട്ടാ. നമുക്ക് 7:15-നാണ് നമ്മുടെ ഫെറി ഉള്ളത്. കണ്ടുപിടിച്ച് നേരത്തെ നമ്മൾ പോയ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്, ഇവിടെ നേരെ മുകളിലോട്ട് പോയാൽ മതി. ചെക്ക് ഇൻ ഏരിയ B എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നല്ല തണുപ്പ്. ശരിക്കും രാവിലെ കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് ആ സീ വേൾഡും കൂടി കവർ ചെയ്യാമായിരുന്നു. പിന്നെ ഞാൻ ആ ഷെൻജൻ ഏരിയ മൊത്തം തേരാപ്പാറ ചുമ്മാ നടന്ന് മൈക്കൊക്കെ അന്വേഷിച്ച് കുറച്ച് നടന്നായിരുന്നു. അങ്ങനെ കുറേ സമയം പോയതാണ്. പിന്നെ നടന്ന് കാല് വയ്യട്ടോ എൻ്റെ മുന്നേ. നമ്മൾ മുകളിലെത്തി. ഇൻ്റർനാഷണൽ ഹോങ്കോങ് MO മക്കാവു ആണോ, MO എന്ന് എഴുതിയിട്ടുണ്ട്. അറൈവൽ ഹാളാണത്. ഇത് പാസഞ്ചർ പോർട്ട് ഫെറിയാണ് കേട്ടോ. കൊണ്ട ഫെറി പോലും ഇവർ എന്നാ സെറ്റപ്പിലാണ് ചെയ്ത്. ഡിപ്പാർച്ചർ മുകളിൽ കണ്ടുപിടിച്ച്. ഇത് താഴെ അറൈവലാണ്. ഇവിടെ ഒരു കപ്പലിൻ്റെ മിനിയേച്ചറൊക്കെ ഉണ്ടോ, ചൈനാറേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വെസ്റ്റ് ഏരിയ. യെസ്, നമുക്കിനി മുകളിലോട്ട് പോവാം. ചൈനയിലെ എയർപോർട്ട് നമ്മൾ കണ്ടു.
ചൈനയിലെ റെയിൽവേ സ്റ്റേഷൻ പലതവണ നമ്മൾ കണ്ടു. ഇപ്പോൾ ചൈനയിലെ പോർട്ടാണ് ഈ കാണുന്നത്. എൻ്റെ അമ്മ എന്നാ സെറ്റപ്പാണ്. പോർട്ട് എന്ന് പറഞ്ഞാൽ ബോട്ട് ചെട്ടി, ഇവിടുത്തെ ബോട്ട് ചെട്ടിയാണ്. അടിപൊളിയല്ലേ. മുകളിൽ DJ-യുടെ ഒക്കെ ഷോറൂമൊക്കെ ഉണ്ടല്ലോ. ഡിപ്പാർച്ചർ ഇങ്ങോട്ടാണെന്ന് തോന്നണം, കണ്ടുപിടിക്കട്ടെ. ഇവിടെ ഇൻ്റർനാഷണൽ HK ഹോങ്കോങ് ഡിപ്പാർച്ചർ വലത്തോട്ട്, ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ ഉണ്ട്, ഹോങ്കോങ് എയർപോർട്ട് ചെക്കിനും ഉണ്ട് ഇവിടെ. അതുണ്ട്, അങ്ങനൊരു സംഭവമുണ്ട്. അതായത് ഹോങ്കോങ് എയർപോർട്ടിലോട്ട് നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് പോകാൻ പറ്റും കേട്ടോ. അതായത് ചെക്കിന് ഇവിടെ ചെയ്യാം, നേരെ പോയി സെക്യൂരിറ്റി ചെക്ക് ചെയ്താൽ മതി എയർപോർട്ടിൽ. ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ. നമുക്ക് പോകാനുള്ള വഴി കണ്ടുപിടിച്ചു, പക്ഷേ എന്നോട് ആദ്യം പോയി ചെക്കിൻ ചെയ്യാൻ പറഞ്ഞ്. ചെക്കിൻ ചെയ്യാനായിട്ട് 19-ാം നമ്പർ കൗണ്ടറിലോട്ട് ചെല്ലാൻ പറഞ്ഞ്. പോയിട്ട് വരാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാലേ, നമ്മൾ നോർമലി ഫ്ലൈറ്റൊക്കെ കയറാൻ പോകുമ്പോൾ ചെക്കിൻ ചെയ്യണമല്ലോ. അതായിരുന്നു ഞാൻ നേരെ ചെന്ന് കയറണേണ്. ഇപ്പോൾ മനസ്സിലായില്ല. 19-ാം നമ്പറിൽ ആരും ഇല്ലല്ലോ. ഇനി അതാണോ ഇത്? നമ്മുടെ എയർപോർട്ടിലൊക്കെ ചെക്കിൻ ചെയ്യണ പോലെ ഇവിടെ നമ്മുടെ ബാഗൊക്കെ ഡ്രോപ്പ് ചെയ്യണം. കണ്ട, അടിപൊളി പരിപാടി. എമിറേറ്റ്സ് ഫ്ലൈറ്റ്, സിംഗപ്പൂർ എയർലൈൻസ്, ടർക്കിഷ് എയർലൈൻ, അങ്ങനെ എത്യോപ്യൻ എയർലൈൻ, എയർ കാനഡ, അങ്ങനെ എല്ലാത്തിൻ്റെയും ചെക്കിൻ ചെയ്യാം കേട്ടോ. ഹോങ്കോങ് എയർപോർട്ടിലോട്ട് നമുക്ക് പോകാനായിട്ടേ ഇവിടെ ബാഗ് കൊടുക്കാം, എന്നിട്ട് നേരെ സെക്യൂരിറ്റി ചെക്കിലോട്ട് പോയാൽ മതി ബോട്ട് പിടിച്ച്. അത് നല്ല സൗകര്യമാണല്ലേ. ഞാൻ എൻ്റെ സംഭവം എവിടെയാണെന്ന് കണ്ടുപിടിക്കട്ടെ. ഇതേ പുറകിൽ ടിക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കുറേ കൗണ്ടർ, അവിടെ ഒരു ചേച്ചിരിപ്പുണ്ടായി. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു. അപ്പോൾ അതേ സ്ലിപ്പ് തന്ന് ഇനി ഹോങ്കോങ് മക്കാവു ഡിപ്പാർച്ചറിലോട്ട് പോക്കണം പറഞ്ഞു. അടിപൊളി. അപ്പോൾ ഇതല്ലേ ഇത്? കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ, നേരത്തെ വന്നാൽ നന്നായി. കറൻസി എക്സ്ചേഞ്ച് ഷോപ്പൊക്കെ ഉണ്ട്, ഏതാണ്ട് എയർപോർട്ട് പോലത്തെ തന്നെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നേരത്തെ വന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ആ ചേച്ചി നമ്മൾ അങ്ങോട്ട് പോയി ചെക്കിൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞത്. ഇതാണ് നമ്മുടെ പോർട്ട് കേട്ടോ. പോർട്ട് ഫെറി പോർട്ട്, ബോട്ടൊക്കെ പുറപ്പെടുന്ന ആ ഒരു സ്ഥലം. കൊള്ളാമല്ലേ. മുകളിൽ KFC ഒക്കെ ഉണ്ട്. കൊള്ളാം. അപ്പോൾ ഞാൻ പോയിട്ട് ചെക്കിൻ ചെയ്യട്ടെ. ചെക്കിൻ ചെയ്തു. ഇനി സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ ചെന്നപ്പോഴേ അവർ പറഞ്ഞ് സമയമായിട്ടില്ല, നമ്മുടെ ബോട്ട് പുറപ്പെടുന്നത് 7:15. അപ്പോൾ 6:15 അത് ഓപ്പൺ ആവുള്ളൂ എന്ന്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് വന്നു. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റും ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? ഇതാണ് ഈ ഒരു ഫെറി ടെർമിനൽ. ഇവിടെ കുറേ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ, എന്നാലും 6 മണി ആവറായില്ലേ. ഡിന്നർ ഇതാക്കാം. നമുക്ക് ആ റീഫണ്ട് കിട്ടിയ പൈസയില്ലേ, ഏതാണ്ട് 38 RMB ഉണ്ടായില്ല. അപ്പോൾ അത് ഞാൻ പല സ്ഥലത്തും ടാക്സിക്കും അവിടെ കൊടുത്തു. അപ്പോൾ അതിനകത്തൊരു 19 RMB ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ അതിൽ കൊള്ളുന്ന കുറച്ച് ഐറ്റംസ് മേടിച്ചു. ഇതൊരു ചിക്കൻ്റെ ഒരു സംഭവം, എന്താണെന്ന് ചോദിക്കരുത് കേട്ടോ. പിന്നെ ഒരു ബർഗർ പോലത്തെ ചെറിയൊരു സാൻഡ്വിച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാറ്. ഇതിനെല്ലാം കൂടി 16 ആയുള്ളൂ. ഇവിടെ പല സ്ഥലത്തും വരുമ്പോഴേ നമുക്ക് കയ്യിലിടാൻ കവറ് തരും, ഭയങ്കര ഉപകാരമാണ്. കൈ കഴുകണ്ടല്ലോ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ചൈനയുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ മക്കാവു ലെഫ്റ്റ്, ഹോങ്കോങ് എയർപോർട്ട് ലെഫ്റ്റ്. നമുക്ക് പോകേണ്ടത് റൈറ്റാണ്. കണ്ട, ഹോങ്കോങ്ങിൻ്റെ സിറ്റിയിലോട്ട്. അവിടെ നമ്മൾ ആ സ്ലിപ്പ് കാണിച്ച് അകത്തോട്ട് കയറി നേരെ ചെല്ലുമ്പോൾ തന്നെ കസ്റ്റംസിൻ്റെ ഇതുണ്ടല്ലോ. നമ്മുടെ കയ്യിൽ DJ-യുടെ കവറ് കണ്ടപ്പോൾ തന്നെ ഇങ്ങോട്ട് പോരുന്നു. അപ്പോൾ നമ്മൾ ടാക്സിൻ്റെ അവിടെ ചെയ്തില്ല, അതിൻ്റെ ഒരു പേപ്പർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ അവിടെ കൊടുത്തു, ബില്ലും കൊടുത്തു. അപ്പോൾ അവർ പാസ്പോർട്ടും കൊടുത്തു. അവർ എന്തൊക്കെയോ ചെയ്തിട്ട് ഒരു സീലടിച്ചിട്ട് തന്നു. അവിടെ ഡിക്ലെയർ ചെയ്തു നമ്മൾ ഈ സാധനത്തിൻ്റെ മൈക്ക്. പിന്നെ നമ്മൾ നേരെ ഇമിഗ്രേഷനിലോട്ട് പോന്നു. പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല. ആകെ ഒരു കാര്യം ചോദിച്ചുള്ളൂ, നിങ്ങൾ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണോ ചൈനയിൽ വന്നതെന്ന്. ഞാൻ പറഞ്ഞു ജസ്റ്റ് വിസിറ്റ് എന്ന് പറഞ്ഞു. സാധാരണ ആൾക്കാർ അങ്ങനെ വരാറില്ലല്ലോ. നമ്മൾ ഡേ ട്രിപ്പ് ചെയ്തിട്ട് വന്ന്. അത് ആക്ച്വലി ആ വിസക്ക് വാലിഡിറ്റി ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയെന്നുള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞില്ലേ, കാൻറ്റൻ ഫെയറിന് വേണ്ടിയിട്ട് എടുത്ത ബിസിനസ് വിസയായിരുന്നു. അപ്പോൾ അന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ അത് ജസ്റ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കയറിയാണ്. അപ്പോൾ ഇനി നമ്മളിങ്ങനെ നടക്കുന്നുണ്ട്. എങ്ങോട്ടാണ് പോകണേന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇത് എവിടെയാണിത്? ഞാൻ അവിടെ ഇരിക്കണ ചേച്ചിയോട് ചോദിച്ചു. അപ്പോൾ താഴത്തോട്ട് നോക്കണം പറഞ്ഞു. ആരുമില്ല, ഞാൻ മാത്രമുള്ളല്ലോ. സമയമായിട്ടില്ലെന്ന് തോന്നണം, അതുകൊണ്ടായിരിക്കും. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വിട്ടു കേട്ടാ. നമ്മുടെ അറൈവൽ കാർഡ് ഫില്ല് ചെയ്യണമല്ലോ. അതായത് ഹോങ്കോങ്ങിൽ ഇറങ്ങുന്നതിന് മുമ്പ് പ്രീ അറൈവൽ രജിസ്ട്രേഷൻ ചെയ്യണമല്ലോ. അപ്പോൾ
അപ്പോൾ ആ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു രാജ്യത്തേക്ക് വന്നല്ലോ, ചൈന വന്ന് വീണ്ടും അങ്ങോട്ട് പോകാണല്ലോ, അപ്പോൾ അത് വേണം. പക്ഷേ നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് അവിടെ എൻട്രി ചെയ്തുകൊണ്ട് അത് തന്നെ യൂസ് ചെയ്യാം. അതായത് ഒരു PIR അതായത് ഒരു ഈ അറൈവൽ കാർഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് 6 മാസം വരെ വാലിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് രണ്ടാമത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ആ പ്രിൻ്റ് ഔട്ട് കയ്യിൽ വെക്കണം. ഇവിടെ ചൈനയുടെ ഇമിഗ്രേഷനിൽ അത് ചോദിച്ചു, ഞാൻ പറയാൻ വിട്ടുപോയി. ഇനി ഹോങ്കോങ്ങിൻ്റെ ഇമിഗ്രേഷൻ അവിടെ ചെന്നിട്ടായിരിക്കും കേട്ടോ, പോർട്ടിലെത്തിയിട്ടായിരിക്കും. ഇവിടെ ഒരു മെഷീൻ ഉണ്ടായിരുന്നേ, അപ്പോൾ ഞാൻ അലിപേ വെച്ച് പേയ്മെൻറ്റ് ചെയ്തിട്ട് വെള്ളം എടുത്തോണം, വേറെ വെള്ളം കിട്ടിയില്ല. 4 യുവാൻ. സമയം 7:05, 10 മിനിറ്റ് ഉള്ളപ്പോൾ ബോർഡിങ് ആരംഭിച്ചു. നമ്മൾ താഴത്തോട്ട് ഇറങ്ങാണ്. അപ്പോൾ ഈ കിടക്കുന്നതാണ് നമുക്ക് പോകാനുള്ള വെസല്. നമ്മൾ ആക്ച്വലി കഴിഞ്ഞ തവണ വന്നപ്പോൾ ഹോങ്കോങ്ങിൽ നിന്ന് മക്കാവൂലോട്ടൊക്കെ ഇത്തരം ഫെറിയിലൊക്കെ യാത്ര ചെയ്താണ് കേട്ടോ. ഇതിനകത്ത് അധികം പേരില്ല കേട്ടോ, ആകെ 10-20 പേരെ കണ്ട് ഉള്ളെന്ന് തോന്നുന്നു. സീറ്റ് നമ്പറൊന്നും കാണുന്നില്ല ഇതിനകത്ത്. എന്തായാലും കയറി നോക്കാം. ഇവിടുന്ന് മക്കാവിലോട്ടൊക്കെ ഫെറി ഉണ്ട് കേട്ടോ. പ്രധാനമായിട്ട് ഹോങ്കോങ് എയർപോർട്ടിലോട്ടാണ് ഏറ്റവും എളുപ്പം. ഹലോ, ഹായ് ഹായ് ഹായ്. എല്ലാവരും ഹായ് ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. എയർ ഹോസ്റ്റസ്മാർ നിൽക്കുന്ന പോലെ ഷിപ്പ് ഹോസ്റ്റസ് എന്നാണ് അതിനെ പറയണത്. ഇവരെന്താ പറയണതെന്ന് അറിയില്ല. കുറേ ലേഡീസൊക്കെ ഉണ്ട്. സീറ്റ് നമ്പറും ഉണ്ട് 117. എൻ്റെ തൊട്ട് മുമ്പിലായിട്ട് വരും. ഞാൻ നോക്കുമ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല. നല്ലൊരു സീറ്റ് നോക്കിയിരിക്കാം, വിൻഡോ സീറ്റ്. എടാ മോനെ, ഇവിടെ ഇരിക്കുന്ന സാധനമൊക്കെ നോക്കി. മദ്യമൊക്കെ കിട്ടും ഇവിടെ. അത് കണ്ട, ഡ്യൂട്ടി ഫ്രീ വല്ലതും ആണോ? നമ്മുടെ ഫെറി പുറപ്പെട്ടാ. ഇവിടെ നിന്ന് 1 മണിക്കൂറുണ്ട് ഹോങ്കോങ്ങിലോട്ട്. എയർപോർട്ടിലോട്ടാണ് പോകണമെങ്കിൽ 1/2 മണിക്കൂറുള്ളൂ, പെട്ടെന്ന് എത്തും. ശരിക്കും ഹോങ്കോങ് ഐലൻഡിലാണ് ആക്ച്വലി ഇത് നിർത്തുള്ളേ. നമുക്ക് പിന്നെ അവിടെ നിന്ന് ഇത് വിളിച്ച് പോകേണ്ടി വരും, മെട്രോ ഒക്കെ വിളിച്ച് പോകേണ്ടി വരും. ഇത് കണ്ടാൽ മറ്റേ എയർ ഹോസ്റ്റസ്മാർ നടക്കുന്ന പോലെ സാധനങ്ങളൊക്കെ ഇട്ട് വിൽക്കാനൊക്കെ പോകുന്നുണ്ടല്ലോ ഉള്ള. യെസ്, അപ്പോൾ നമ്മുടെ വണ്ടി പുറപ്പെടുന്നു. അങ്ങനെ സമയം 8:10. നമ്മൾ 55 മിനിറ്റ് കൊണ്ട് ഹോങ്കോങ്ങിലെത്തിയിരിക്കുകയാണ്. നല്ല മഴ, ബാക്ക്ഗ്രൗണ്ട് നോക്കി, അടിപൊളിയല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ ഇത് ആ സൈഡാണ്. നമ്മളിപ്പോൾ ഹോങ്കോങ് ഐലൻഡിലാണ് വന്നേക്കണം. അതായത് ലൈറ്റ് ഷോ ആക്ച്വലി ഈ സൈഡിലാണ്, നമ്മൾ നിൽക്കുന്ന സൈഡാണ്, അതൊന്നും കാണാൻ പറ്റില്ല. അങ്ങോട്ടാണ് നമുക്കിനി പോകേണ്ടത്. ഭയങ്കര ഹെവി മഴ കേട്ടോ. അയ്യോ പാളി. എനിക്കിനി നടന്ന് വേണം മെട്രോ സ്റ്റേഷനിലോട്ട് പോകാനായിട്ട്. എന്താവോ എന്തോ നോക്കാം. എന്തായാലും അതിനി ഇമിഗ്രേഷൻ കഴിയട്ടെ. അത് കണ്ട, നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. വെൽക്കം ടു ഹോങ്കോങ് എന്ന് ഇവിടെ നിന്ന് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കഴിഞ്ഞാണ് വന്നപ്പോഴേ. അങ്ങനെ എൻ്റെ മോനെ ഇമിഗ്രേഷനിൽ പിടിച്ചു നിർത്തി. അവിടെ ഡബിൾ ചെക്കിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി ഒരാൾ വന്നു. എന്താണ് പർപ്പസ്, എവിടെ പോകണം, എന്താണ് കാര്യം. നമുക്ക് പിന്നെ കുറച്ചുകൂടി എളുപ്പമുണ്ട് കാര്യങ്ങൾ. എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ അങ്ങ് എടുത്ത് കാണിച്ചു കൊടുത്താൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലും അവർ പോയി എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ്, എനിക്ക് ഇവിടെ നിന്ന് പോകാനുള്ള അടുത്ത രാജ്യത്തേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും സംഭവമൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് അവിടെ നിർത്തി. അതിനുശേഷം പാസ്പോർട്ട് വന്നു. ഓക്കെ, താങ്ക് യു, ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. അങ്ങനെ ആ കടമ്പ കഴിഞ്ഞു. ഇനി അടുത്ത രാജ്യത്തേക്ക് പോകുമ്പോൾ ഇനി വേറെ വല്ല വള്ളി വരുമെന്ന് അറിയത്തില്ല, നോക്കാം. അപ്പോൾ ഞാൻ താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു മാളാണ് ആക്ച്വലി. കുറേ റെസ്റ്റോറൻറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇത് നോക്കിയാൽ പോകണം, മറ്റേ മെട്രോ. ഞാൻ അവിടുന്ന് മെട്രോ കയറിയിട്ട് സെൻട്രൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് വന്നിറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ അങ്ങ് കിടക്കുകയാണ്. ഇത് കണ്ടോ. ഇനി ഇവിടെ നിന്ന് നമുക്ക് ടിസിം ഷാ സുയി എന്ന് പറയുന്ന നമ്മുടെ ഹോട്ടലുള്ള ഭാഗത്തോട്ട് പോകണം. അതിനടുത്ത മെട്രോ കയറണം. അതിനുള്ള വഴിയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇങ്ങോട്ടേക്ക് മെട്രോയിൽ വരുന്നതേ കടലിൻ്റെ അടി കൂടി കണ്ട മൊത്തം ടണല. കടൽ ക്രോസ് ചെയ്താൽ തന്നെ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ യാത്രയൊക്കെ ജസ്റ്റ് ഒന്ന് 1 ഡേ ട്രിപ്പ് പോയിട്ട് വന്നു ചൈനയിൽ. ആക്ച്വലി ഇന്നത്തെ വീഡിയോ 2 പീസാക്കി 2 എപ്പിസോഡ് ആക്കണമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ആക്ച്വലി ഇത് ഭയങ്കര ടയേർഡായിപ്പോട്ടെ, എന്താണെന്നറിയില്ല, ഒട്ടും വയ്യ. പോയി റെസ്റ്റ് എടുക്കണം. ഇന്നലെ തൊട്ടുള്ള നടപ്പാണ്, കണ്ടിന്യൂസ് റെസ്റ്റ് ഇല്ലാണ്ട് നടക്കണോണ്ടേ കാലും വയ്യ. യെസ്, ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ബാക്കി നമ്മൾക്കിനി അടുത്ത രാജ്യത്തേക്ക് പോവാണ്, അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. എന്നാൽ ശരി, ഓക്കെ, ബൈ.